പരമദിവ്യകാരുണ്യത്തിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയിലൂടെയുള്ള നിയോഗങ്ങൾ പെട്ടെന്ന് നിറവേറാനാവശ്യമായ ചില വിശ്വാസ സമീപനങ്ങളുണ്ട്. നമ്മുടെ ഈ വചനധാരയിൽ എപ്പോഴും നമ്മൾ കണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെ എഫക്റ്റീവായിട്ട് കാര്യക്ഷമമായിട്ട് ഉടമ്പടി നിറവേറ്റാൻ കഴിയും. അതിന് ഒരു വ്യക്തിക്ക് വേണ്ട സ്വകാര്യ നിലപാടുകൾ എന്തെല്ലാമാണ്, അതിൻ്റെ സുവിശേഷപരത എത്രത്തോളമുണ്ട്. അങ്ങനെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നിങ്ങൾ ഈ ഉടമ്പടി ക്ലാസ് ശ്രദ്ധിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സാക്ഷ്യം പറയുമ്പോഴൊക്കെ ആൾക്കാർ അവരുടെ ദൈവാനുഭവങ്ങളിലെ കോട്ട് ചെയ്യുന്നത് ഈ ഉടമ്പടി ധ്യാനത്തിൽ കിട്ടിയിട്ടുള്ള ഒരു തൊട്ടറിവുകളൊക്കെയാണ്. ഉടമ്പടി ധ്യാനം വളരെ ഗൗരവമായിട്ട് പല പ്രാവശ്യം കേട്ട് ഗ്രഹിച്ച് പ്രയോഗിക്കുന്നവരുണ്ട്. കാരണം ഇതൊരു സിദ്ധാന്തവും പ്രയോഗവും പോലെയാണ് വരുന്നത്. ഉടമ്പടി ഒരു സിദ്ധാന്തമാണ്, പക്ഷേ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ഒത്തിരി വ്യയം ചെയ്യാതെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യാതെ ലളിതമായി നമുക്ക് സമീപിക്കാവുന്ന പ്രായോഗിക പശ്ചാത്തലമാണ് ഉടമ്പടിക്കുള്ളത്. അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ചിലർക്ക് വലിയ സാക്ഷ്യങ്ങൾ ലഭിക്കുന്നത്. ഇന്നലെ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. അതായത് സാക്ഷ്യം പറഞ്ഞത് അനിലാണ്. അദ്വൈതം മാനന്തവാടിയിൽ നിന്നാണ്. അനിലും ഭാര്യയുടെ സാക്ഷ്യം എനിക്ക് വളരെ ഹൃദ്യമായിട്ട് തോന്നുകയാണ്. അവിടെ വീട്ടുപേര് അദ്വൈതം എന്നാണ്. അപ്പം അനിൻ്റെ സാക്ഷ്യം ഇതാണ്. ഒത്തിരി ഉണ്ട്. 6 നിയോഗങ്ങളിലെ 5ഉം വിസ്മയകരമായ രീതിയിലാണ് ടൈം ബൗണ്ടായിട്ട് നടക്കുന്നത്. ടൈം ബൗണ്ടാണ്. അതായത് അവൻ ഉദ്ദേശിച്ച സമയത്തിന് മുമ്പ് തന്നെ അത് ടാർഗറ്റ് ക്ലിയർ ചെയ്യും. അപ്പം അത് ഭയങ്കര വിസ്മയമാണ്. അപ്പോൾ അത് പുള്ളിക്കാരൻ പറയണത്, ഇനി ഓർക്കണം, ഈ അനിലെന്ന് പറയുന്ന ആൾ അല്ല ഉടമ്പടി എടുത്തിരിക്കണത്. ഉടമ്പടി എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. പക്ഷേ ഭാര്യയുടെ ഉടമ്പടി ഭാര്യ വന്ന് വീട്ടിൽ വിശദീകരിച്ചപ്പോൾ അയാൾക്ക് പെട്ടെന്ന് അഭിഷേകം കിട്ടി. അല്ലാതെ നമ്മളോട് ധ്യാനം കൂടിയതല്ല, ഭാര്യ കൈമാറിയതാണ്. അപ്പോൾ ഭാര്യയുടെ ഈ വിശ്വാസ കൈമാറ്റത്തിൽ ഭർത്താവിന് പ്രത്യേക അഭിഷേകം കിട്ടി. അപ്പോൾ അതൊരു വല്ലാത്ത കൈമാറ്റം ആയിക്കണം. കാര്യം അതിൻ്റെ അകത്ത് നമുക്കറിയാമല്ലോ, ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഒരാളിനോട് പറയുമ്പോൾ ഏറ്റവും പ്രശ്നമുണ്ട്, കലഹം ഉണ്ടാക്കുന്നത് നമ്മുടെ ബുദ്ധിയായിരിക്കും. ബുദ്ധി ആദ്യം കലഹിക്കും. അപ്പോൾ ഇവരുടെ ബുദ്ധിയെ നമ്മൾ ആദ്യം തന്നെ ആ ബുദ്ധിയെ കീഴ്പ്പെടുത്താതെ വൈകാരികമായിട്ടുള്ള ഒരു പ്രയോഗ രീതികൾ നമ്മൾക്ക് അതിൻ്റെ അകത്ത് ഇമ്മേഴ്സ്ഡ് ആകാൻ, പങ്കാളിയാകാൻ പറ്റത്തില്ല.
ഇപ്പോഴും വരണ ഒരു വിഷയം, ഉടമ്പടിയിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ആഴ്ചയിലൊക്കെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 കഴിഞ്ഞപ്പോൾ 10 സാക്ഷ്യങ്ങൾ കൂടി ഡെയിലി. നമുക്ക് എപ്പോഴും കിട്ടുന്നത് ഒരു 10-18 സാക്ഷ്യങ്ങളാണെങ്കിൽ ഇപ്പോഴത് 2004 ആയപ്പോൾ ദിനം പ്രതി 28 സാക്ഷ്യങ്ങളായിട്ട് കൂടി. എഴുതി തന്നെയൊക്കെ 10-500 അതൊന്നുമല്ല ഇവിടെ പറയാൻ വേണ്ടി വന്നത്. ഈ പ്ലാറ്റ്ഫോമിലെ സാക്ഷ്യസുവിശേഷ പ്രയോഗത്തിന് വേണ്ടി വരുന്നവരുടെ എണ്ണം ഒരു 30% കൂടി. 10 കോടി എന്ന് പറയുമ്പോൾ 30% കൂടി. എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് 30% ഒരു ഹൈക്ക് വന്നത്? അതിൻ്റെ കാരണം ബുദ്ധിപരമായിട്ട് ആരോഗ്യമൊക്കെ ഇത് വല്ലാതെ സ്വാധീനിച്ചെന്നാണ്. കാരണം ഒരു മനുഷ്യന് ബുദ്ധിപരമായിട്ട് സ്വാധീനിച്ചാൽ മാത്രമേ ബാക്കി ഇമോഷണലായിട്ട് അവൻ സെറ്റപ്പ് ആകത്തുള്ളൂ. ഈ ബുദ്ധിപരമായിട്ട് സ്വാധീനിക്കുന്നത് എന്താണ്? പണ്ടൊക്കെ ഉടമ്പടി അമ്മ തന്ന 16-17 കാലഘട്ടങ്ങളിലൊക്കെ വല്ലാത്ത വിമർശനങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഡോക്ടേഴ്സ് തന്നെ സമിതികൾ കൂടിയിട്ട് വാട്സപ്പിലൊക്കെ ഗ്രൂപ്പുകളുണ്ടാക്കി കൃപാസനത്തിനെതിരെ. ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്നും യുക്തിവാദ സംഘങ്ങളിൽ നിന്നൊക്കെ അറ്റാക്ക് ഉണ്ടായി. ജനങ്ങൾ തന്നെ ഇവിടെ അവരുടെ ഇൻസ്റ്റിഗേഷനിൽ വലിയ ജാഥയൊക്കെ നടത്തി ഇത് അടച്ചു പൂട്ടണമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ വളരെ കൂളായിരുന്നു. ഞാൻ വളരെ കൂളായിരുന്നു. സഭയിൽ നിന്ന് എനിക്ക് സമ്മർദ്ദം ഉണ്ടായിരുന്നു, സാക്ഷ്യങ്ങളുടെ എണ്ണം കുറക്കണം, സാക്ഷ്യങ്ങൾ ഡോക്ടേഴ്സിന് സർട്ടിഫിക്കറ്റ് തരാതെ സാക്ഷ്യങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്നൊക്കെ സഭയിൽ നിന്ന് എനിക്ക് സമ്മർദ്ദം ഉണ്ടായി. 1-2 പ്രാവശ്യമൊക്കെ ഉണ്ടായി. അപ്പോഴൊക്കെ ഞാൻ ഇവരോടൊന്നും പ്രവർത്തകരോടൊന്നും അത് പറയത്തില്ല. അപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന മുഴുവനെന്ന് വെച്ചാൽ സാക്ഷ്യത്തിലാണ് സംഭവിക്കുന്നത്. ഉടമ്പടി സ്ഥിരീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അടയാളങ്ങളാണ്. ദൈവം സഹകരിച്ചു കഴിഞ്ഞാൽ അടയാളങ്ങളുണ്ടാകും. അതാ കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കട്ടെ. ദ വേർഡ് ഓഫ് ഗോഡ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. മർക്കോസ് 16:20. മർക്കോസ് 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. പറഞ്ഞേ അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. സാധനം അതായത് കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് കൺഫ്യൂഷൻ ഇല്ലാഞ്ഞ കാര്യം, സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ സിൽവർ ഗ്രേയിലെ അമ്മ ഞാൻ മുമ്പിൽ കണ്ടതല്ല, എന്നോട് പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ മനസ്സ് ആവശ്യപ്പെട്ടിട്ട് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. 10 എന്നെ കൊട്ടി വിളിച്ച് മുട്ടി വിളിച്ച് പുറകോട്ട് തിരിച്ചു നോക്കി കാണിച്ച കാഴ്ചയാണ്. ആ കാര്യത്തെക്കുറിച്ച് ഈ ലോകത്ത് എൻ്റെ കഴുത്ത് കണ്ടിച്ച് കളഞ്ഞാൽ ഞാനത് പറയും. കാര്യം ഐ ഹാവ് സീൻ ഇറ്റ് ഡയറക്റ്റ്ലി. എനിക്ക് വേണമെങ്കിൽ മാതാവിനെ ടച്ച് ചെയ്യാമായിരുന്നു. ഇത്രയും ടച്ച് ചെയ്യാവുന്ന രീതിയിൽ അമ്മ മാതാവ് ഈ ലോകത്ത് ഇന്നുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എവിടെ വന്നാലും മിണ്ടാതിരിക്കുകയുള്ളൂ. ഞാൻ അത് ദൈവത്തിന് വർക്ക് ചെയ്യാൻ ഇത്തിരി സമയം കൊടുക്കുക. അതാണ് ഞാൻ കണ്ടത്. അതാണ് ഞാൻ മറുപടി ഒന്നും പറയാറുന്നത്. എനിക്ക് കാര്യം മറുപടി എന്ന് പറയണത് നമ്മൾ നാക്കുകൊണ്ട് പറഞ്ഞ് ജയിക്കണതല്ല, ദൈവം വാക്കുകൊണ്ട് അത് പ്രയോഗത്തിൽ വരുത്തി അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് ജനങ്ങളെ തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നതാണ്. അതുകൊണ്ടാണ് മർക്കോസ് ആദിമസഭയിലുള്ള വിഷയം അതാണ്. എന്താണ് ആദിമസഭയിൽ എന്താണ് ഉണ്ടായിരുന്നത്? ആദിമസഭയിൽ ഉണ്ടായിരുന്നത്, ഇപ്പോൾ നമുക്ക് കൃപാസനം എന്ത് സ്പിരിച്വാലിറ്റി ആണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കൃപാസനം മരിയ സ്പിരിച്വാലിറ്റിയാണ്. പക്ഷേ അപ്പോസ്റ്റിക് സ്പിരിച്വാലിറ്റിയാണ് അതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയും. കാര്യം വചനം കേട്ട് ആണ് അമ്മ ഈശോനെ, ആ കേട്ട വചനത്തിനെ അമ്മ എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. അപ്പോൾ ലൂക്ക 1:38 ഇതാ കർത്താവിൻ്റെ ദാസി. വചനത്തോട് ആര് ദാസിയാണ് ദാസനാണെന്ന് പറഞ്ഞാലും വചനം ഗർഭം ധരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം മാംസമാകും
എന്ന് വെച്ചാൽ വചനത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ആവഹിക്കപ്പെടും. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ തിരിച്ചറിഞ്ഞ് ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യത്തിന് അത് ബെനഡിക്ട് മാർപ്പാപ്പയുടെ വചനങ്ങളാണ്. ബെനഡിക്ട് 14-ാം മാർപ്പാപ്പ പറയുമായിരുന്നു, മാതാവ് ഗർഭധാരണം ചെയ്തത് വചനം ചെവിയിലൂടെയാണെന്ന്. അത് തന്നെയാണ് റാഫേൽ പിതാവ് എടുത്തിട്ട് കാലഘട്ടത്തിലേക്ക് പ്രയോഗിക്കണത്. എന്താണ്? കേൾക്കുന്നതാണ് ഒരു പ്രാർത്ഥനയെന്ന് വെച്ചാൽ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെയും സ്നേഹത്തോടെ കേൾക്കുമെന്നാണ്. അതല്ല, കേൾക്കാത്തതാണല്ലോ പ്രശ്നം. അമ്മ മാതാവ് എന്തുകൊണ്ടാണ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടതെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ 87 തൊട്ട് ആൾക്കാരെ കേൾക്കുന്നതാണ്. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് പറയണത് ചീട്ടും പിടിച്ചല്ലേ പറയണത്. എന്താ കാര്യം? എനിക്ക് വേണ്ടി, അതായത് ആളുകളുടെ കേൾക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടി. ഒരാൾക്ക് അരമണിക്കൂർ കൊടുക്കാൻ നമുക്കില്ല, അപ്പോൾ ബാക്കിയുള്ള കേൾക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഞാനൊരു ദിവസം 150 പേരെ കേൾക്കുന്നുണ്ട്. അപ്പോൾ 150 പേരെ അവിടെ കേട്ടിട്ട് അവിടെ മെയിൻ പോയിൻ്റുകൾ എഴുതി വാങ്ങിക്കും. എന്നിട്ട് ഞാൻ അതിലെനിക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു 10 പേരെ കേൾക്കാൻ പറ്റുന്ന സ്ഥലത്ത് നമുക്ക് ഒരു 100 പേരെ കേൾക്കാൻ പറ്റും. കേൾക്കണത് നിസ്സാരമല്ല, കേൾക്കണത് പ്രാർത്ഥനയാണെന്നാണ് പറയണത്. അതായത് ഒരു മനുഷ്യൻ, നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം സഭയിൽ ഞാൻ ജീവിച്ചപ്പോൾ ചില കൂടുതൽ പഠിച്ചിട്ടുള്ള അച്ഛന്മാർ പറയും, ജോസഫച്ചൻ എന്നാ ചെയ്യണത്? ഞാൻ പറഞ്ഞു, കൗൺസിലിങ്ങിന് ആൾക്കാർ വരുന്നുണ്ട്. നേരത്തെ ഇപ്പോഴുള്ള ചരിത്രമല്ല, പഴയ ചരിത്രമാണ്. കൗൺസിലിങ്ങോ? അത് സൈക്കോളജി പഠിക്കണ്ടേ? അപ്പം അത് ആവശ്യത്തിന് വേണ്ട സൈക്കോളജിയൊക്കെ പാസ്റ്റേഴ്സ് കൗൺസിലും സൈക്കോളജിയും കോളേജിൽ നിന്നും അതുപോലെ തന്നെ സെമിനാരിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ പ്രയോഗമല്ല. കാര്യം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന ചെവി എന്തിൻ്റെ ചെവിയാണ്? ഒരു മനഃശാസ്ത്രം പഠിച്ച ആൾക്കാരുടെ ചെവിയല്ല കൊടുക്കുന്നത്, ദൈവത്തിൻ്റെ ചെവിയാണ് കൊടുക്കുന്നത്. അതാണ് വ്യത്യാസം. സഭയ്ക്ക് മനസ്സിലാകാത്തത് പ്രശ്നം അതാണ്. സഭയ്ക്ക് ദൈവത്തിൻ്റെ ചെവി കുറയുകയും മനഃശാസ്ത്രജ്ഞന്മാരുടെ ചെവി ജനങ്ങളുടെ മുറിവുകൾ കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദൈവം പ്രവർത്തിക്കാത്ത ഒരു അവസ്ഥ ഉണ്ട്. വചന ജഡത്വം എന്ന് പറയും. ഇത് മറിച്ച് നമ്മൾ ദൈവത്തിന് ചെവികളിലൂടെയാണ്, നമ്മളുടെ ചെവി ദൈവത്തിന് ഹയർ ചെയ്തിട്ട് സാങ്കേതിക ജ്ഞാനമോ ലോകത്തിന് ജ്ഞാനം ഉപയോഗിക്കാതെ ദൈവജ്ഞാനം കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നമ്മൾ പറഞ്ഞ സഹോദരനുണ്ടല്ലോ, എൻ്റെ പേര് അനിൽ പറഞ്ഞൊരു വിഷയമുണ്ട്. അതായത് അനിൽ അദ്വൈതം. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ മകള് 12 വയസ്സുണ്ട്. 12 കൊല്ലമായിട്ട് അദ്ദേഹത്തിൻ്റെ മകൾക്ക് ചെവിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടി ഒലിക്കുകയാണ്. ഭയങ്കര ദുർഗന്ധമായിരിക്കും, 2 ചെവിയിൽ നിന്നാണ്. അപ്പോൾ കാണിച്ച ഡോക്ടർമാരെല്ലാം പറഞ്ഞ് ഇത് ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ സാങ്കേതിക ജ്ഞാനം ഉള്ളവർ കൊടുക്കുന്ന നിർദ്ദേശം എന്താണ്? അത് ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ 2 ചെവിയും ഓപ്പറേഷൻ ചെയ്താൽ ഇതിന് കേൾക്കാൻ പറ്റുമോ, എത്ര ശതമാനം കേൾക്കാൻ പറ്റും, അത് ഡോക്ടർമാർക്ക് പറയത്തില്ല. അവർക്കറിയത്തില്ല എത്ര ശതമാനം ഇത് കേൾക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. അവർക്ക് കേട്ട് കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. സയൻസ് അല്ലേ, ഹൈപ്പോത്തിസിസ് അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ ഏഷ്യയിലെ ഏറ്റവും നല്ല ENT അടുത്ത് കൊണ്ടുപോകും, മനോജ് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകും. അപ്പോൾ മനോജ് ഡോക്ടറും പറയും ഇത് 2 ഓപ്പറേഷൻ ചെയ്യണം, അത് ആ പാട നമ്മൾ കൃത്രിമമായിട്ട് വെക്കണമെന്നൊക്കെ പറയും. അതാണ് നമുക്ക് സാങ്കേതികമായി കേൾക്കണത്. പക്ഷെ കർത്താവിൻ്റെ ചെവി കൊടുത്ത് കേൾക്കുമ്പോൾ വേറെ വിഷയമാണ്. അവർ ഉടമ്പടി എടുത്തിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഞാൻ പറയും ഇത് ഓപ്പറേഷൻ വേണ്ട, കർത്താവ് ഇത് സുഖപ്പെടുത്തിക്കൊള്ളൂ എന്ന് പറയും. അത്രേ ഉള്ളൂ കേൾക്കണത്. ആ ചെവി അന്ന് തന്നെ പഴുപ്പ് അവസാനിക്കും. ഇന്ന് വരെ പിന്നെ പഴുപ്പ് വന്നിട്ടില്ല. ആ സാക്ഷി ഇന്നിടുന്നുണ്ട്, നിങ്ങളെ പോയി ഇന്ന് കാണണം കേട്ടോ ആ സാക്ഷ്യം. അതിൻ്റെ കർത്താവിന് ചെവി കൊടുത്ത് കേൾക്കണം എന്ന് പറയും. അതിൽ ലോകത്തിൻ്റെ ജ്ഞാനമല്ല. അപ്പോസ്തലിക കാലത്തെ സഭയുടെ അഭിഷേക ആ ഡൈമെൻഷൻസ് കുറയുകയും ലോകത്തിൻ്റെ ജ്ഞാനം വളർന്നപ്പോൾ അത് എടുത്തിട്ട് ആത്മാക്കളുടെ ആഫ്റ്റർ ഓൾ നമ്മൾ ആ ഒരു മനുഷ്യൻ്റെ കാര്യം സാങ്കേതികമായി മാനസികമായി കേട്ടതുകൊണ്ട് ദൈവത്തിന് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. ദൈവം എന്താ നോക്കണത്? യേശുക്രിസ്തുവിൻ്റെ ക്രൂശിക്കപ്പെട്ടൊരു സാഹചര്യമുണ്ട് ഇവിടെ. ആ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട സാഹചര്യത്തിന്
ദൈവപിതാവ് കൊടുത്ത മറുപടിയാണ് കർത്താവിൻ്റെ പുനരുദ്ധാനമെങ്കിൽ ആ യേശു ക്രിസ്തുവിൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് ക്രൂശിക്കപ്പെട്ടതെങ്കിൽ എൻ്റെ പാപത്തിൻ്റെ പരിഹാരം ഞാൻ ചെയ്യുന്നതിന് പകരം അവൻ ഏറ്റെടുത്തെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ അവൻ ഉയർത്തുന്നപ്പോൾ എനിക്ക് പങ്കാളിത്തം ലഭിക്കുമെങ്കിൽ അതാണ് നിത്യത എന്ന് പറയുമ്പോൾ നിത്യതയാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. നിത്യതയ്ക്ക് പ്രയോജനമില്ലാത്ത ഒരു വ്യക്തികളുടെ സാങ്കേതിക ജ്ഞാനവും ദൈവം തള്ളിക്കളയും. അതുകൊണ്ടാണ് ബുദ്ധിമാന്മാരെ അവിടെ ബുദ്ധികൾ തന്നെ ദൈവം കുടുക്കിയെന്ന് പറയുന്നത്. അത്ര കുടുക്കിലാണ് സഭ കിടക്കുന്നത്. സഭയുടെ പല സാങ്കേതിക കൗൺസിലിംഗ് സംഭവങ്ങൾ കിടക്കുന്നതിൻ്റെ അവസ്ഥ ഇതാണ്. അവിടെ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഈ വ്യക്തി യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് ഇവൻ സാക്ഷ്യം വഹിക്കുമോ? കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഭാഗമായി ഇപ്പം അനിലിൻ്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. അനിൽ എന്താ പറയണത്? ഞാൻ എൻ്റെ വൈഫിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഉടമ്പടി പാലിച്ചുകൊണ്ടിരുന്നു. ഞാൻ അരമണിക്കൂർ വചനം വായിക്കണമല്ലോ. ഞാൻ വചനം വായിക്കാനും തുടങ്ങി വൈഫിൻ്റെ കൂടെ. അപ്പോഴൊരു വചനം എന്നെ വല്ലാതെ അങ്ങ് സ്പർശിച്ചു. അപ്പോൾ ഞാൻ ഓർത്തത് നല്ല വചനങ്ങൾ, ഇപ്പോൾ പെട്ടി വചനങ്ങളുണ്ടല്ലോ, പെട്ടി വചനങ്ങളെന്ന് പറഞ്ഞ സാധനമില്ലേ, എന്താ വെച്ചാൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഈ പെട്ടി വരണ വചനങ്ങളുണ്ടല്ലോ, എന്നിട്ട് നമ്മളിങ്ങനെ തത്തച്ചിട്ടെടുക്കണ പോലെ എടുത്ത് നോക്കത്തില്ലേ, അല്ലേ? നിനക്ക് സമാധാനം, അല്ലേ? ഞാൻ പെട്ടി വചനം. ഈ പെട്ടി വചനം മനുഷ്യനെ ശരിക്കും തട്ടിപ്പാണ് ശരിക്കും പറഞ്ഞാൽ. അതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തെല്ലാം നല്ലതാണ് എഴുതിയിട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല എഴുതി കിടക്കുമ്പോൾ ഒരു വഞ്ചനയാണ് ശരിക്കും പറഞ്ഞാൽ. നിന്നെ ഒരിക്കലും മാനസാന്തരപ്പെടുത്തത്തില്ല. നിനക്ക് തിന്മയുണ്ടെങ്കിൽ, നിനക്ക് പാപമുണ്ടെങ്കിൽ, നീ ദൈവത്തിൻ്റെ വഴികളിലല്ലെങ്കിൽ നിന്നെ തിരിച്ചു വിളിക്കത്തില്ല. നീ എല്ലാ പാപങ്ങളിലും തിന്മകളിലും അഴിമതികളിലും അനീതികളിലും ആഭിചാരങ്ങളും വ്യഭിചാരങ്ങളും മുഴുകുമ്പോഴും നിനക്ക് ആശീർവാദം നൽകിക്കൊണ്ടിരിക്കും പെട്ടിവചനങ്ങൾ. പക്ഷേ അതുകൊണ്ടാണ് പെട്ടിവചനങ്ങൾ മാനസാന്തരപ്പെടാത്ത കൊണ്ട് തന്നെയാണ് അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ, ഞാനതിനെ നിഷേധിക്കുന്നില്ല, ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് വചനം, അത് വചനം തന്നെയാണത്. പക്ഷേ വചനം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന ആത്യന്തികമായ ലക്ഷ്യങ്ങളെ അത് സാധീകരിക്കത്തില്ല. മാനസാന്തരത്തിലേക്ക് നിന്നെ നയിക്കുന്നില്ലെങ്കിൽ വചനങ്ങൾ ഒരു ഭാവുകങ്ങളായി മാറും. ഭാവുകം ഇനി ഫുൾ ക്യാൻ ഗീവ് യു എക്സെപ്റ്റ് ഗോഡ്. കാര്യം എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് വേണ്ടി ആർക്കും ഭാവുകം നൽകാം. ഭാവുകം നൽകിക്കൊണ്ട് നിന്നെ എത്ര കാലം ദൈവത്തിന് കൂടെ നിർത്താൻ പറ്റും? ഈ ജീവിതത്തിൻ്റെ അവസാനം വരെ നിർത്താൻ പറ്റുമെന്ന് കരുതി കഴിഞ്ഞാൽ അതിനപ്പുറമുള്ള ജീവിതത്തിന് ആരാണ് മുതൽ മുടക്കാൻ പോണത്? നോബഡി. അതുകൊണ്ടാണ് കലേബിനെക്കുറിച്ച് പറയണത്. എന്താ പറയണത്? കലേബിനെ നയിച്ച ആത്മാവ് വ്യത്യസ്തമായിരുന്നു. എന്താണ് വ്യത്യസ്തം? അവൻ പൂർണ്ണമായി എന്നെ അനുഗമിച്ചെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സംഖ്യ 14:24. ഒന്നിനു പറഞ്ഞേ. സംഖ്യ 14:24. എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. പറഞ്ഞേ, എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. അത് കാണുകയില്ല. ഞാൻ വാഗ്ദാന ഭൂമി കാണുകയില്ല, നിയോഗം പ്രാപിക്കത്തില്ലെന്നാണ് പറയണത്. എന്നാൽ എന്റെ ദാസനായ കാലേബിനെ അവൻ ഒറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. അവന്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. ചൈതന്യം വ്യത്യസ്തമായിരുന്നു പറഞ്ഞിട്ട് എന്ത് ചൈതന്യമാണ് വ്യത്യസ്തമായത്? അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. അപ്പൊ അനുഗമിക്കുന്നതിന്റെ വിഷയത്തിൽ ഒരു ഉടായ്പുണ്ടെന്ന് മനസ്സിലായില്ലേ? എന്താണ് സംഭവം? ദൈവം അംഗീകരിക്കുന്ന അനുഗമിക്കലുണ്ട്, ദൈവം അംഗീകരിക്കാത്ത അനുഗമിക്കലുണ്ട്. കാലേബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. കാരണം എന്താണ്? അവനെന്നെ പൂർണ്ണമായി അനുഗമിച്ചെന്ന് പറയുമ്പോൾ there is a position of the ഭാഗികമായ അനുഗമം. എന്താണ്? ഒരു പൊസിഷനുണ്ട്. എന്താണ്? ഭാഗികമായി വേണമെങ്കിൽ നമുക്ക് ദൈവത്തെ അനുഗമിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അനുഗമിക്കുന്നതിൻ്റെ കാര്യത്തിൽ ചൈതന്യത്തിൻ്റെ വ്യത്യാസമുണ്ട്. ചില ആൾക്കാർ ദൈവത്തെ ഭാഗികമായിട്ട് അനുഗമിക്കത്തുള്ളൂ. നന്മകളൊക്കെ ഉണ്ടാകുന്ന കാലത്ത് ജോലി, വീട്, വിവാഹം എല്ലാം കിട്ടുമ്പോൾ യേശുവേ സ്വസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഭാഗികമായി. തിന്മകളെങ്ങാനും കടന്നു വരുമ്പോൾ പ്രാർത്ഥനയുമില്ല, പള്ളിയുമില്ല, കുദാശയുമില്ല, ഒന്നുമില്ല. ഭാഗികമായ അനുഗമിക്കലേ. കുരിശുണ്ടാകുമല്ലോ. ഉത്ഥാനത്തിലേക്കും മഹത്വത്തിലേക്കുള്ള വഴികളിൽ എവിടെയെങ്കിലും കുരിശും മുൾക്കിരീടവും നെഞ്ചത്തെ കിഴുത്തയൊക്കെ ഉണ്ടാവും. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്.
അത് കുരിശിനെ ഏറ്റെടുക്കുന്നവർ ഇപ്പം തന്നെ ഈ അനൂപിൻ്റെ സാക്ഷ്യം, അനിലിൻ്റെ സാക്ഷ്യം പിന്നെയും കൃത്യമാകുന്നത്. അനൂപ് വേറൊരു കാര്യം പറയുന്നുണ്ട്. ശ്രുതിയുടെ മക്കളെ, ശ്രുതിയുടെ ലളിതന്റെ സുവിശേഷത്തിലെ ഇവരുടെ ഭാര്യ വായിക്കുകയാണ്, വചനം വായിക്കുകയാണ്. അപ്പോൾ ഈ ഭാര്യ വചനം വായിക്കുമ്പോൾ ഒരു വചനം വല്ലാണ്ട് ഇങ്ങനെ അനിലിനെ ക്യാച്ച് ചെയ്യും. സാധാരണ ഞാൻ ഓർക്കും ആരെയും ക്യാച്ച് ചെയ്യാത്ത വചനമാണ് ഇവനെ ക്യാച്ച് ചെയ്യണത്. എല്ലാവരെയും ക്യാച്ച് ചെയ്യണ വചനങ്ങൾ നല്ല ധൈര്യമായിരിക്കുക, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, നമ്മുടെ കൂടെ ദൈവം ഉണ്ടല്ലോ. പക്ഷേ ദൈവം ഇല്ലാത്ത സമയമുണ്ട്. ഇല്ലാത്ത സമയത്തെക്കുറിച്ച് പറയുന്ന വചനങ്ങളാണ് അനിലിനെ ക്യാച്ച് ചെയ്യണത്. 9:43 ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ. ഒരു മനുഷ്യനെ സ്വാധീനിച്ച വചനം കേട്ടില്ലേ? മർക്കോസ് 9:43 എന്താ പറയണത്? നിന്റെ കൈ നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നു, നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് വെട്ടിക്കളയുക, അത് വെട്ടിക്കളയുക. അടുത്ത വചനം വായിക്കൂ. ഇരു കൈകളും ഉള്ളവനായി, ഇരു കൈകളും ഉള്ളവനായി നരകത്തിലേക്ക് കെടാത്ത അഗ്നിയിലേക്ക് നിപതിക്കുന്നതിനേക്കാൾ ഭേദം അംഗഹീനനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. നിത്യജീവനെ കുറിച്ചാണ് പറയണത്. നിത്യജീവനെ കുറിച്ച് പറയുന്ന വചനങ്ങളിൽ അംഗഹീനത്വത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ ചില കാര്യങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടി വരുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഫലമോ നിത്യജീവൻ എന്ന് പറയുമ്പോൾ ഈ നിത്യജീവൻ ഇവൻ്റെ തലക്ക് പിടിച്ചതിന് ശേഷം അവൻ പറയുകയാണ്, പാപത്തിന് വേണ്ടി വെറുത്ത് ജീവിക്കാൻ വേണ്ടി എനിക്ക് എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും ഞാൻ സഹിക്കാനുള്ള ശക്തിയാണ് കർത്താവിക്ക് തന്നത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഇതാണ് ഈ വിഷയം. എന്താ വിഷയം? നമുക്ക് ദൈവത്തെ രണ്ട് തരത്തിൽ അനുഗമിക്കാൻ പറ്റും. ഒന്നെന്താണ്? പൂർണ്ണമായി കാലിബിനെ പോലെ അനുഗമിക്കും. പൂർണ്ണമായി അനുഗമിക്കുക എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? ഇടയ്ക്ക് തിരിച്ച് പോരണമെന്ന് തോന്നാതെ അനുഗമിക്കുക. യേശുവിനെ അനുഗമിക്കുന്നതിൽ ഇവനെന്താ പറയണത്? അനിലെന്താ പറയണത്? ഞങ്ങളുടെ വീട്ടിൽ കക്കൂസെ പാത്തിരുന്ന ദിവസങ്ങളുണ്ട്. എന്താ കാര്യം? ഭയങ്കര കടക്കാർ വന്ന് മുടിഞ്ഞ് ഇവരെ വീട് വളയും. റെയ്ഡ് ചെയ്യണ പോലെ വീട് വളയുമ്പോൾ ഈ മനുഷ്യൻ പോയി കക്കൂസെ പാത്തിരിക്കും. ഓരോ മനുഷ്യന്മാർ ജീവിക്കണ ജീവിതം കണ്ടില്ലേ? അതിൽ വൈഫ് പുറത്തേക്ക് പറയും, അനിലിവിടെ ഇല്ല, അനിൽ പുറത്ത് പോയിരിക്കണമെന്ന് പറയും. അങ്ങനെ കുറേ നേരം അവർ നിന്നുവെച്ചാൽ അവർ പുറത്ത് പോകും. ഇങ്ങനെ എത്ര പ്രാവശ്യം ഞാൻ കടക്കാരെ പേടിച്ച് കക്കൂസെ പാത്തിരുന്നിട്ടുണ്ട്. അന്ന് എൻ്റെ കർത്താവിനോട് ഞാൻ ഉടമ്പെടുത്തപ്പോൾ ഇത്തേ പറഞ്ഞോളൂ, എൻ്റെ തുഴച്ച് കൊണ്ട് കുടുംബം കടമായിട്ടാണ് പോണത്. എൻ്റെ വൈഫിനൊരു 7000 രൂപ കിട്ടണ ജോലി കൊടുത്താൽ ഞങ്ങൾ കടക്കാരെ പേടിച്ച് കക്കൂസെ പാത്തിരിക്കാൻ ജീവിക്കാൻ പറ്റും. ആ ഉടമ്പടിയിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഉടമ്പടിക്ക് കണ്ണ് നിറഞ്ഞു പോകും നമ്മുടെ. ആ മനുഷ്യൻ 70,000 രൂപ വരെ ചോദിക്കണത്. 7,000 രൂപയുടെ ജോലി എൻ്റെ വൈഫിന് നീ ഒരു മാസം കൊടുത്താൽ എനിക്ക് കക്കൂസ് കഥ കിടക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ആ ഒരു ചങ്കയെ കൊണ്ട് ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം കൊടുത്തിരിക്കുന്നത് അറിയാമോ? ആ വൈഫിന് കൊടുത്തിരിക്കുന്ന ജോലി നിങ്ങൾ നോക്കണം. ഒരു മാസം 2 ലക്ഷം രൂപയുടെ ജോലി കൊടുത്തിരിക്കണം. സാക്ഷ്യം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. 7,000 രൂപ ചോദിക്കുമ്പോഴേ നമുക്ക് 10 ഇരട്ടി 70,000 ആക്കിക്കൊള്ളുക. ഇതങ്ങനെയല്ലല്ലോ. 30 ഇരട്ടി കൊടുക്കണം. 30 ഇരട്ടിയൊന്നുമല്ല. എത്രയാണെന്ന് എനിക്കൊരു പിടിയില്ല. നിങ്ങൾക്ക് സാക്ഷ്യം ഒന്ന് കേൾക്കണം കേട്ടോ. പക്ഷേ ഈ മനുഷ്യൻ ഇങ്ങനെ ഇത്രയും ആ ജീവിതത്തിൽ നിന്നെല്ലാം ഈ ഉടമ്പടി, അതാണ് ഈ ഉടമ്പടിയിൽ ഇങ്ങനെ ആളിങ്ങനെ എല്ലാ ദിവസവും കൂടും. കാര്യം ഈ അനിലെന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യാനി അല്ല. അതാണ് രസം. നമ്മളെ ഞെട്ടിപ്പിച്ചുള്ള പ്രശ്നം ഇതാണ്. ഫ്രഷ് ഹാൻഡാണ്. അതിനാൾ പറയുന്നുണ്ട്, അമ്മയടുത്ത് വന്നപ്പോൾ അമ്മയാണ് ഈശോനെ എന്നെ കാണിച്ചു തന്നത്, ഈശോയാണ് നിത്യജീവൻ എന്നെ കാണിച്ചു തന്നത്. ശ്രദ്ധിക്കട്ടെ. ഇന്ന് ഈ മനുഷ്യൻ കരകയറിയിട്ട് സ്വർഗത്തിൻ്റെ ഒരു തീരത്തങ്ങ് നീന്തി കയറുകയും അത്ര കണ്ട് മനോഹരമായ ഒരു പദ്ധതിയാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിപരമായി മനുഷ്യന്മാരെ കീഴടക്കുന്നത് എന്താണ്? സാക്ഷ്യമാണ്. ഈ സാക്ഷ്യം കേട്ടാൽ ആരാണ്
കർത്താവിനെ വിശ്വസിക്കാത്തത്? ഇങ്ങനെ ഒരു സാക്ഷ്യമാണ്, എത്ര സാക്ഷ്യങ്ങളാണ്. ഇപ്പോൾ സാക്ഷ്യങ്ങളെല്ലാം കാണുമ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് പറയണത്. എന്താ കാര്യം? ഇതിൽ ദൈവത്തിന് പ്രയോജനമുള്ള 2 കാര്യങ്ങളേ ഉള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് പ്രയോജനമുള്ളതാണ്. അതിന് ബുദ്ധിപരമായിട്ട് ഉടമ്പടിയെ നിങ്ങൾ ദൈവത്തിന് പ്രയോജനമുള്ള 2 കാര്യങ്ങളേ ഇതിനകത്തുള്ളൂ. ഒന്നെന്താണ്? നിങ്ങൾ പത്രം മേടിച്ച് വിതരണം ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ച് വിതരണം ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിനെ അറിയാത്തവർ അറിയും. അതാണ് ഇതിൽ ആകപ്പാടെ ഉള്ളത്. ഇത് പിന്നെ ബാക്കിയെല്ലാം നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. നമ്മുടെ വിശുദ്ധീകരണം തീർച്ചയായിട്ടും ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ പാപങ്ങൾ ഒഴികെ നമ്മൾ ജീവിക്കുന്നതും വിശുദ്ധിയോട് ജീവിക്കുന്നതും പരസ്നേഹത്തോടെ ജീവിക്കുന്നതും വിശ്വാസത്തോടെ ജീവിക്കുന്നതും. പക്ഷേ വിശ്വാസത്തോടെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, നിങ്ങളുടെ വിശ്വാസത്തിന് തന്നെ പലതരത്തിലുള്ള വിശ്വാസത്തിൻ്റെ പരിമിതികളുണ്ട്. ശരിക്കും വിശ്വാസം കൊണ്ട് മാത്രം ഉടമ്പടി നമുക്ക് പൂർണ്ണമായിട്ട് യേശുവിനെ അനുഗമിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ ആ വിശ്വാസത്തിൻ്റെ പരിമിതിയാണ്. വിശ്വാസം കൊണ്ട് മാത്രം നമ്മൾക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ നിയോഗങ്ങൾ നടക്കും. പക്ഷേ വിശ്വാസം കൊണ്ട് മാത്രം നമുക്ക് പൂർണ്ണമായി കാലേബിനെ നയിച്ച അരൂപി വ്യത്യസ്തമായിരുന്നു എന്നും 14:24 വായിക്കും. സംഖ്യ 14:24 വായിച്ചില്ലേ? കാലേബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമായിരുന്നു. കാര്യം എന്താണ്? അവൻ പൂർണ്ണമായി എന്നെ അനുഗമിച്ചു. ഈ പൂർണ്ണമായി അനുഗമിക്കണതുണ്ട്, അതേസമയം തന്നെ ഭാഗികമായി അനുഗമിക്കണത്. ഈ ഭാഗികമായി അനുഗമിക്കണമെന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കാര്യം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഗുഡ് ബൈ പറയും. അതാണ് വിഷയം. അതാണ് ഭാഗിക അനുഗമനം. ഇപ്പം നിങ്ങളുടെ മകളെ കെട്ടിക്കണ വിഷയമാണ്. മകൾ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മുങ്ങിക്കളയും. മനസ്സിലല്ലേ? ക്രിസ്ത്യാനികളൊരു വർഗ്ഗമുണ്ട്, ഏത് ചീക്കത്തോട് കണ്ടാലും ആൾക്കാർ മുക്കിയെടുക്കുന്ന വർഗ്ഗമുണ്ട്. അതുപോലെ മുങ്ങണ പാർട്ടിയുണ്ട്. ഇത് സംഭവം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ കാര്യം കണ്ടാൽ അവരപ്പം തന്നെ മുങ്ങിക്കളയും. അതാണ് ഭാഗികമായ അനുഗമനം എന്ന് പറയുന്നത്. യേശുവിൻ്റെ കൂടെ മുന്നേ പോകും. ഞാൻ വെച്ചത് ജോലിയുടെ കാര്യമാണ്. ജോലി കിട്ടിയല്ല, തീർന്ന്. പക്ഷെ പിന്നെ ഒന്ന് പൊങ്ങണ്ടേ? എപ്പോഴെങ്കിലും മുങ്ങിക്കിടന്നാൻ പറ്റുമോ? ദൈവത്തിൻ്റെ തിരുസന്നിധി മുങ്ങിക്കിടക്കാൻ പറ്റത്തില്ല. ഇടയ്ക്ക് പൊങ്ങണ്ടേ? പൊങ്ങാൻ പിന്നെ ശ്വാസം എടുക്കേണ്ടി വരികയല്ലേ? ആ പൊങ്ങേണ്ടി വരുമ്പോൾ നമുക്കറിയാം, ദൈവത്തിന് അറിയാം, ഇത് കാലേബല്ല, ഭാഗികമായ അരുവിയേ ഉള്ളൂ, തിരിച്ചുപോക്ക് കയറത്തിയാണെന്ന് പറയും. തിരിച്ചു പോണ ആൾക്കാരുണ്ടാവും. കാര്യം കണ്ടു കഴിയുമ്പോൾ തിരിച്ചു പോകും. ഈ ഉടമ്പടിയിൽ 1 ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അങ്ങനെ ഉടമ്പടിയിൽ 1 ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. കാര്യം കാണുമ്പോൾ തിരിച്ചു പോകും. കാര്യം കണ്ടു കഴിയുമ്പോൾ 2 സാക്ഷ്യവും പറഞ്ഞ് ആൾക്കാർ തിരിച്ചു പോകും. പിന്നെ പഴയ അരൂപിയില്ല, ജീവിതമില്ല. പിന്നെ പറ്റിക്കലും ആൾക്കാരെ തട്ടിക്കലും പഴയ ലോക ജീവിതവും ഒക്കെ ആയിട്ട് അവർ പഴയ ലോകത്തിലേക്ക് പോകും. പോകാത്ത ഒത്തിരി പേരുണ്ട്. പക്ഷെ പോകുന്നവരെക്കുറിച്ചാണ് ബൈബിൾ പറയണത്. ആരാണ് തിരിച്ചു പോണത്? അവരെക്കുറിച്ച് കർത്താവ് പറയുന്നത്, നീ എൻ്റെ വാഗ്ദാന നാട് നീ കാണത്തില്ലെന്ന് പറയുന്നുണ്ട്. കാര്യം നിത്യത വരെ നിനക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടി, പക്ഷേ ഈ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ട്, തിരിച്ചു പോകാനുള്ള പ്രവണത. എന്തെങ്കിലും ഇങ്ങനെ ഉടമ്പടി ജീവിക്കാൻ പറ്റുമോ? മനുഷ്യന് ജീവിക്കണ്ടേന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്മോളൊക്കെ അടിച്ച് പഴയ രീതിയിൽ പോകും ചില ആൾക്കാർ. അപ്പോൾ എന്താ വെച്ചാൽ അവരല്ലെങ്കിൽ പൗശന്യവും പക, വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നതയൊക്കെ ആയിട്ട് പഴയ ലോകത്താനായി പോകും. പിന്നെ കുമ്പസാരമില്ല, കുർബാനയുമില്ല, പഴയ ജീവിതത്തിലേക്ക് പോകും. തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അതാണ് പറയണത്, കാലേബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ് എന്ന് പറയാൻ കാരണം എന്താണ്? അവൻ പൂർണ്ണമായിട്ട് എന്നെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. സംഖ്യ 14:24. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്, അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്, അവനെന്നെ പൂർണ്ണമായി ഒന്ന് പറഞ്ഞ് അവനെന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. അപ്പോൾ പൂർണ്ണമായി അനുഗമിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചു പോകാത്തതിനെയാണ്, ഉടമ്പടി ചൈതന്യങ്ങളിൽ നിന്ന് തിരിച്ചു പോകാത്തതിനെയാണ്. ഇപ്പം ഞാൻ ഓർക്കുവേ, നമുക്ക് 10 ലക്ഷം സബ്സ്ക്രിപ്ഷൻ ഇല്ലേ? പക്ഷെ ഉടമ്പടി ധ്യാനം കൂടുന്ന 3 ലക്ഷം പേരാണല്ലോ. ബാക്കി 9 ലക്ഷം പേരെന്ത് തിരിച്ചു പോയി? അത് കറക്റ്റല്ലേ?
ഉടമ്പടി കാലം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചുപോയി. തിരിച്ചു പോകാത്ത ആൾക്കാരുണ്ട്. ഇപ്പോഴും ആ പഴയതുപോലെ അതേ ചൈതന്യത്തിൽ ജീവിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ നമുക്ക് 10 ലക്ഷം സബ്സ്ക്രിപ്ഷൻ ഇല്ലേ? പക്ഷേ ഉടമ്പടി ധ്യാനം കൂടെ എത്ര പേരാണ് ഒരാഴ്ചയിൽ? 3 ലക്ഷം പേര്. ബാക്കി 7 ലക്ഷം പേരെന്ത് ചെയ്യും? അവരാ പഴയ ചൈതന്യത്തിൽ നിന്ന് തിരിച്ചു പോയിരിക്കണം. തിരിച്ചു പോയവരെക്കുറിച്ച് എന്താ ബൈബിൾ പറയണത്? അവരുടെ ചൈതന്യം, അവരെ നയിച്ച ചൈതന്യം കലേബിൻ്റെ ചൈതന്യമല്ല. അതുകൊണ്ട് എന്താണ് സംഭവിക്കണത്? അവർ വാഗ്ദാന നാട് പ്രാപിക്കുകയില്ല. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. സംഖ്യ 14:3-4 എടുത്തേ. സംഖ്യ 14:3-4. വാളിനിരയാകാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്തിനാ? കലേബിനെ പോലെ അല്ല, വേറെ കുറച്ച് ആൾക്കാരോടെ ഉണ്ടല്ലോ മോസസിൻ്റെ കൂടെ. അവരും ഉറ്റുനോക്കാൻ പോയ ആൾക്കാരാണ്. അവർ വന്നിട്ട് പറഞ്ഞ് അവിടെ ഉള്ളൊരു അനാർക്കിൻ്റെ മല്ലന്മാരുടെ മക്കളൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ ചെന്ന് അവരുടെ വാള് കൊണ്ട് നമ്മൾ ചത്തുപോകും. ഇനി യേശുവിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായി ജീവിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോഴും ആൾക്കാരെ പറ്റിച്ചും, ഇപ്പോൾ ചില ആൾക്കാർ എന്തുമാത്രം പറ്റിപ്പ് നടത്തിയാണ് ജീവിക്കണേ. പലതരത്തിലല്ല. ഇപ്പം പലതരത്തിലുള്ള വിവാഹം വിവാഹം ഡൈവേഴ്സ് എത്തുന്ന ആൾക്കാരുണ്ട്. പറഞ്ഞാൽ നിസ്സാരമായ കാര്യം ചിലപ്പോൾ ഒരു വാശിപ്പുറം അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളനുസരിച്ച് അപ്പുറത്ത് നടക്കണില്ല. അപ്പം ഞാനൊരു ദിവസം ഒരു സ്ത്രീയോട് ചോദിച്ചു, എടി നീ ഇപ്പം ഈ ഭർത്താവിനെ ഉപേക്ഷിക്കാനൊക്കെ പോണതിൻ്റെ ഉദ്ദേശം നിൻ്റെ അപ്പനല്ലേ? ആണ്. അപ്പനും മകളും തമ്മിൽ നല്ല സ്നേഹമാണ്. മകളെ കാണാതെ അപ്പന് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിൻ്റെ പേരിൽ എന്ത് കാരണം? ചെറുക്കം വന്ന് മകളുമായിട്ട് അപ്പൻ്റെ കൂടെ വീട്ടിൽ താമസിക്കണം, നടക്കുന്ന കാര്യമാണ്. അതായത് ഇവർക്ക് ഈ അപ്പനെയും മകൾക്കും അറിയാൻ പറ്റും. ചില പെൺമക്കൾക്ക് അപ്പന്മാരോട് ഭയങ്കര സ്നേഹമായിരിക്കും, ചില ആമക്കൾക്ക് അമ്മമാരോട് ഭയങ്കര സ്നേഹമായിരിക്കും. ഈ കക്ഷികൾക്ക് ഇതൊക്കെ അറിയാൻ പറ്റും. പക്ഷേ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിത വിളികളുമായിട്ട് നോക്കുമ്പോൾ ഇത് വാള് നോക്കി നിൽക്കും. അതാണ് കലിയ പറയണത്, വാളാണല്ല വരണത്. അവരുടെ താല്പര്യങ്ങൾ നടക്കത്തില്ലല്ലോ. അവരുടെ താല്പര്യം നടപ്പം അതങ്ങനെ അവൾ എന്നോട് പറയാതെ ഉപേക്ഷിച്ചു. പിന്നെ ഒരു 6 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും ഞാൻ അവളെ കണ്ട് വേറെ ഒരുത്തനെ കെട്ടി, അതിനകത്ത് പിള്ളേരുണ്ട്. ഇപ്പം എന്നാ പറഞ്ഞാൽ അവനെ ഉപേക്ഷിക്കാൻ പോയി. 3ാമത്തെ ഉപേക്ഷ ഇപ്പോൾ കഴിഞ്ഞെന്നാണ് തോന്നണത്. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പം ഈ പല കാര്യങ്ങളും നിങ്ങൾ കുമ്പസാരിച്ചും കുർബാന സ്വീകരിച്ചൊക്കെ ജീവിക്കും. പക്ഷെ നിങ്ങൾ തട്ടിപ്പുകാരാ, ദൈവത്തിന് നിരക്കാത്ത ആൾക്കാരാ. ദൈവത്തിൻ്റെ വചനങ്ങളല്ല നിങ്ങളെ നയിക്കണത്, നിങ്ങളുടെ ശാരീരികമായ അഭിരുചികളാണ് നയിക്കണത്. അത് ജഡത്തിൻ്റെ ആത്മാക്കളാണ്. ജഡത്തിൻ്റെ ആത്മാക്കൾ തിരിച്ചു പോകും ഇന്നല്ലെങ്കിൽ നാളെ. അവരിനി ഉണ്ടായാൽ തന്നെ അവിടെ ഉണ്ടാകത്തില്ല, അവർ പോയിക്കണം. അവരുണ്ടായിട്ട് നമ്മിങ്ങനെ ബോഡി പ്രസൻസ് ഉണ്ടെന്നേ ഉള്ളൂ, അവിടെ മനസ്സ് ദൈവത്തിൽ നിന്ന് അകലെയാണ്. അത് ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം ഇതിൽ നിന്ന് അകലെയാണെന്ന്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 15:8. മത്തായി 15:8. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. പറഞ്ഞ ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. തിരിച്ചുപോയി. ബോഡി ഇവിടെ ഉണ്ട്, പക്ഷെ മനസ്സും ആത്മാവും ഇവിടെ ഇല്ല. തിരിച്ചുപോയി. അതാണ് വിഷയം. തിരിച്ചുപോക്കുകാരെ ഇങ്ങനെ തിരിച്ചു പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവം കലേബിനെ ഉയർത്തിക്കിട്ട് പറയും, ഇത് പൂർണ്ണമായിട്ട് അനുസരിക്കണമാണ്. ഇവൻ്റെ ആത്മ വ്യത്യസ്തമാണ്, ഇവൻ പൂർണ്ണമായി എന്നെ അനുഗമിക്കുന്നു. മറ്റേതെന്താണ്? തിരിച്ചു പോയിരിക്കുന്നു. കലേബാണ്. കലേബിൻ്റെ എതിരായിട്ടുള്ള ആൾക്കാരാണ്. അവരെന്താ പറയണത്? ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ നിന്ന് നഷ്ടങ്ങളുണ്ടാകും. ലോകത്തിൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് അവർ പറയണത്. അതുകൊണ്ട് എന്താ പറയണത്? സംഖ്യ 14:3-4 എടുത്ത് വായിച്ചോളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാളിന് ഇരയാകാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്ക് ഇരയായി തീരുമല്ലോ. ഈജിപ്തിലേക്ക് തിരികെ പോകുന്നതല്ലേ നല്ലത്? ഇതാണ് സംഭവം. ഉടമ്പടി എടുത്തതിന് ശേഷം, കാര്യം കണ്ടതിന് ശേഷം തിരിച്ചു പോകുന്നതല്ലേ നല്ലത്. അതാണ് വിഷയം. ഇങ്ങനെ തിരികെ പോകുന്ന ആത്മാവിനെ കുറിച്ചാണ് പറയണത്. കലേബിനെ ഉയർത്തണതിൻ്റെ കാര്യം അതാണ്. എന്താ പറഞ്ഞത്? കലേബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. എന്താണ്?
അവൻ എന്നെ പൂർണ്ണമായി അനുഗമിച്ചിരിക്കുന്നു. മറ്റുള്ളവർ കാര്യം കാണാൻ വേണ്ടി മാത്രം എന്നെ അനുഗമിക്കുകയും പിന്നെ അവർ തിരിച്ചു പോവുകയും ചെയ്തു. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, തിരിച്ചു പോകാത്ത കാലേബിനെ പോലെ പൂർണ്ണമായി നിത്യത വരെ നിന്നെ അനുഗമിക്കുന്ന അങ്ങയുടെ ആത്മാവിനാൽ എന്നെ ആകർഷിക്കണമേ, അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഈ തിരിച്ചുപോക്കുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ബൈബിളിൽ ഇതിൻ്റെ ഒരു രീതികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ദിവസങ്ങളിൽ ചുമ്മാ ഇങ്ങനെ കർത്താവിൻ്റെ വചനം ഞാൻ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ജനങ്ങൾ വരുന്നല്ലോ, എന്താണ് പറയേണ്ടതെന്ന് ചോദിക്കും. അല്ലെ ഞാൻ ബുദ്ധിപരമായി ആലോചിച്ചൊന്നും പറയത്തില്ല. ഞാൻ നിങ്ങൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇത് അപ്പ് ചെയ്യും, തിങ്കളാഴ്ച ചൊവ്വാഴ്ച അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സമയം മോര് കർത്താവിൻ്റെ പുറകെ ഞാൻ നടക്കും. അടുത്ത ദിവസം എന്താ ജനങ്ങളോട് പറയാൻ നീ ഉദ്ദേശിക്കണത്? കാര്യം ഞാൻ ദൈവം പറയാത്ത ഒരു കാര്യം ഞാൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അടുത്ത ദിവസം എന്താ പറയാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചപ്പോഴാണ് കർത്താവ് ഇന്ന് പറയാൻ വേണ്ടി തന്നൊരു വചനമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞ ഇതാണ്, അതായത് നിനക്ക് വേണമെങ്കിൽ നിൻ്റെ കാര്യം നടത്തിയെടുക്കാം, എൻ്റെ അടുത്ത് വരാതെ തന്നെ നിൻ്റെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവരാം, അത് നടത്തിയെടുക്കാൻ പറ്റും. പക്ഷെ നിനക്ക് എൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു ജാതി ഉടമ്പടി രൂപപ്പെട്ട് വരുന്നുണ്ട്. അതറിയണമെങ്കിൽ മർക്കോസിന്റെ 2:4 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മർക്കോസ് 2:4 ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഇതെന്താ സംഭവം എന്നറിയാവോ? എന്താ സംഭവം? കർത്താവ് കഫർനാമിൽ ഒരു വീട്ടിലിരിക്കുമ്പോഴേ ജനക്കൂട്ടം മുഴുവനും വീട് വളഞ്ഞ് പൊതിഞ്ഞ് നിൽക്കും. അപ്പോഴേ ഒരു തളവായ രോഗിയും കൊണ്ട് കുറേ ആൾക്കാർ വരും ഇല്ലേ? അപ്പോൾ വാദിക്കാൻ വരുമ്പോൾ ജനക്കൂട്ടം മാറിക്കൊടുക്കുക ഇല്ല, ഞങ്ങൾ അതിനു വേണ്ടി തന്നെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് മുട്ടയെ കൊണ്ട് ഇടിച്ച് അവർ ഓടിക്കും. അവരെന്നാ ചെയ്ത് സൈഡിൽ കൂടി, ഈ ഇസ്രായേലിൻ്റെ വീടല്ലേ, ഈ ചത്രം പോലെ ഇരിക്കും, സൈഡിൽ കൂടി ചെറിയ സ്റ്റെയർകേസുണ്ട്. അപ്പോൾ സൈഡിൽ കൂടെ കയറി മുകളിൽ ചെന്നിട്ട് കട്ടിലെ പൊക്കി ഈ മനുഷ്യനെ തട്ടിയാണ്. അവിടെ നമ്മുടെ മേൽക്കൂര പോലെ അല്ല, തട്ടി മാറ്റിയിട്ട് താഴേക്ക് ഇയാളെ 4 കാല് കയറെ പിടിച്ച് താഴേക്ക് ഇറക്കും. അപ്പം മേൽക്കൂര മാറ്റിയിട്ട് താഴേക്ക് അവർ ഇറക്കി കൊടുക്കുകയാണ്. ആ സംഭവമാണ് ഈ മർക്കോസ് പറയണത്. മത്തായി 2:4 പറയണത് എന്താണ്? ഒന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷെ 4:5 എന്താ പറയണെന്ന് നോക്കിയേ, വായിച്ചോളൂ. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് മേലോട്ട് നോക്കുമ്പോൾ പെരയുടെ തട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കട്ടിലിറങ്ങി വരികയാണ്. ചുറ്റും നിലക്കൂട്ടങ്ങൾ നടക്കി ഈശോ ഇരിക്കുകയാണ്. അപ്പോഴേ അവരുടെ വിശ്വാസം കണ്ട്, ആരുടെയാണ്? ഈ പെരയുടെ മുകളിൽ നിൽക്കുന്ന കയറിറക്കുന്ന ആൾക്കാരില്ലേ, 4 പേര്, അവരാണല്ലോ ഈ ആളെ പൊക്കി കൊണ്ടുവന്ന് ഇത്രയും കഷ്ടപ്പെടണത്. കട്ടനഷ്ടങ്ങളൊക്കെ സഹിച്ച് അവരാളെ താഴെ ഇറക്കുകയാണ്. ആ വീട്ടുകാരവിടെ നിന്ന് തെറി പറയുന്നുണ്ടാകും, കാര്യം ഇത് റിപ്പയർ ചെയ്യണമെങ്കിൽ കാശ് വേറെ വേണം വരും, നിൻ്റെ തന്ത കാശ് പിടക്കുവാന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും ആ വീട്ടുകാരവിടെ നിന്നുണ്ട്. പക്ഷെ അവന്മാർ ഭയങ്കര മുഴുക്കന്മാരായത് കാരണമേ ഈ വീട്ടുകാരൻ്റെ ഒരു പരിവും നടക്കണില്ല. അത് കാരണം ഇവനെ ബലം പ്രയോഗിച്ച് ഇറക്കിയപ്പോഴേ കർത്താവ് എന്തൊക്കെ മുഷ്കന്മാരാണെന്ന് പറഞ്ഞാലും അവന്മാരുടെ വിശ്വാസത്തിന് വില ഉണ്ട് അവിടെ. ഈ മുഷ്കന്മാരുടെ കാര്യമൊക്കെ നടക്കി വെച്ചാൽ മടുത്തരം കാണിച്ചാലും പെര പൊളിച്ചാലും ഒക്കെ നിങ്ങളുടെ കാര്യം നടക്കാതിരിക്കത്തൊന്നിരിക്കില്ല. നിങ്ങളെ പെര പൊളിക്കണതും പെങ്ങൾക്ക് ഓഹരി കൊടുക്കാത്ത ആൾക്കാരും വീട് കെട്ടിച്ച പെണ്ണിനെ മുഴുവൻ വളയെടുത്ത് വിറ്റിട്ട് മകളെ കെട്ടിച്ചിട്ട് മരുമകളെ തല്ലി വീട്ടിൽ കൊടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. നിങ്ങൾ മുഷ്കന്മാരും തലവഴിക്കാരും തോന്നിവാസം തെണ്ടികളുമാണെങ്കിലും നിങ്ങളുടെ കാര്യം നടക്കും. വിശ്വാസം ഉണ്ടായാൽ മതി. കാര്യം മനസ്സിലായില്ല? കാര്യം നടക്കുമ്പോഴെല്ലാവരും നല്ല മനുഷ്യരാണെന്ന് ധരിക്കരുത്. കാര്യം നടക്കുന്ന കൊണ്ട് ദൈവം നിങ്ങളെ അംഗീകരിച്ച് നിങ്ങൾ ധരിക്കരുത്. തെമ്മാടിത്തരം തോന്നിവാസം കാണിച്ചാലും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും. പക്ഷേ നിങ്ങൾക്ക് കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. നിങ്ങളുടെ നിയോഗം വരും, കട്ടിലോടുകൂടി ഇറക്കിയ ആൾ വരും, കട്ടിലോടുകൂടി ഇറക്കിയ ആൾ സുഖപ്പെടും, പക്ഷെ നിങ്ങൾ സുഖപ്പെടത്തില്ല. നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് വരാം. രണ്ടും 2 വിഷയമാണ്.
നിങ്ങളുടെ നിയോഗം നിങ്ങൾ നിവർത്തിയെടുക്കുന്നതും നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് വരുന്നത് ഒരു വിഷയമല്ല, 2 വിഷയമാണ്. കാര്യം എന്താ വെച്ചാൽ ഉടമ്പടിക്ക് ലക്ഷ്യമുണ്ട്, മാർഗമുണ്ട്. ഉടമ്പടിക്ക് എന്താ ഉള്ളത്? ഉടമ്പടിയിൽ ലക്ഷ്യം, നിങ്ങൾ ഉടമ്പടി ചെയ്യുന്ന ലക്ഷ്യം എന്താണ്? IELTS പാസ്സാകുക ഒരു ലക്ഷ്യമാണ്, വസ്തു വയ്ക്കുക വേറൊരു ലക്ഷ്യമാണ്, രോഗം സുഖമാക്കുക ഒരു ലക്ഷ്യമാണ് ഉടമ്പടി ലക്ഷ്യം. അതിന് നിങ്ങൾ മാർഗം എന്താ ചെയ്യണത്? നിങ്ങൾ പത്രം കൊടുക്കുന്നു, പേഴ്സണൽ പ്രവർത്തനം ചെയ്യുന്നു, അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, രോഗികളെ സുഖപ്പെടുന്നു, രോഗികൾക്ക് നിങ്ങൾ വസ്ത്രങ്ങൾ കൊടുക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ആധ്യാത്മിക ജീവിതം നിങ്ങൾ പരിപോഷിപ്പിക്കുന്നു. അതെല്ലാം മാർഗമാണ്. ലക്ഷ്യം എന്താണ്? IELTS പാസ്സാകുക, അല്ലെങ്കിൽ PR കിട്ടുക, അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് കിട്ടുക, ഇതൊക്കെയാണ് ലക്ഷ്യം. ഇത് നടക്കും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രീൻ കാർഡ് കിട്ടും, നിങ്ങളുടെ വിസ പ്രോസസ്സിങ് കഴിയും, നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ പോകാൻ പറ്റും, നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലം എല്ലാം കിട്ടും. പക്ഷേ ക്രിസ്തുവിൻ്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല. അത് തലവായ രോഗിയുടെ അടുത്ത് കെട്ടിയിറക്കുന്ന ആൾക്കാരെ പോലെ ഇരിക്കും. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വരാൻ പറ്റാതിരിക്കുകയും നിങ്ങളുടെ നിയോഗം വരികയും ചെയ്യണ കാര്യം വെച്ചാൽ നിയോഗം ലക്ഷ്യമായത് കൊണ്ടാണ്. നിയോഗമാണ് ലക്ഷ്യം. ഇവിടെ മാർഗം എന്താണ്? ഉടമ്പടി മാർഗമാണ്. ഇനി ചില ആൾക്കാർക്ക് നേരെ മറിച്ചാണ്. ഉടമ്പടി ലക്ഷ്യമാകും, നിയോഗം മാർഗമാകും. അവിടെയാണ് വിഷയം വന്നത്. ഉടമ്പടി ലക്ഷ്യമാകും. എന്താണ് ഉടമ്പടി എന്ന് പറയുന്നത്? എന്താണ്? ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്. ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള എഗ്രിമെൻ്റാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ കാര്യം നടന്നാലും നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കർത്താവിനെ നേടുകയാണ് എൻ്റെ ലക്ഷ്യം. ഉടമ്പടി ലക്ഷ്യമാകും. ഉടമ്പടി ലക്ഷ്യമാകുമ്പോൾ മറ്റ് നിയോഗങ്ങളെല്ലാം, വസ്തു വയ്ക്കുക, ഗ്രീൻ കാർഡ് കിട്ടുക, വിസ കിട്ടുക, അതൊക്കെ മാർഗമാകും. അത് എൻ്റെ ലക്ഷ്യം എന്താണ്? ഞാൻ ഉടമ്പടി നിൽക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതും കർത്താവിന് വേണ്ടി നിത്യത വരെ നിലനിൽക്കുന്നതും കർത്താവിനെ കൈമാറുന്നതുമാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ ദൈവവേദ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഗുഡൻസ് എന്ന് പറയണത്. നിങ്ങളുടെ ഉടമ്പടിയുടെ നിയോഗങ്ങൾ നിങ്ങളല്ല എങ്കിൽ, ഉടമ്പടി ദൈവം നിങ്ങളെ കാണുന്നത് കലേബിനെതിരായിട്ടുള്ള സ്പിരിറ്റോടുകൂടി തിരിച്ചുപോയ ആൾക്കാരായിട്ടാണ്. കാര്യം നിയോഗം കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു പോകും. കാര്യം എന്താണ്? നിങ്ങളുടെ ലക്ഷ്യം ഉടമ്പടി അല്ലായിരുന്നു, ഉടമ്പടിയിലുള്ള നിയോഗങ്ങളായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഒരു വ്യക്തിയെ ദൈവം തിരിച്ചറിയണത്, ഇത് നിൻ്റെ നിയോഗം എന്താണ്? ദൈവമാണോ നിൻ്റെ നിയോഗം? ഉടമ്പടിയുടെ ലക്ഷ്യമെന്താണ്? അത് ദൈവമാണെങ്കിൽ നിൻ്റെ നിയോഗങ്ങളെല്ലാം, ആവശ്യങ്ങളെല്ലാം ഒരു മാർഗമാകുകയേ ഉള്ളൂ. ചില ആൾക്കാർക്ക് മാർഗമല്ല, മാർഗം അവരുടെ ജോലി കിട്ടുക, വീട് പണിയുകയൊക്കെയാണ് അവിടെ ലക്ഷ്യം. മാർഗമാണ് ഉടമ്പടി. ചിലർക്ക് ക്രിസ്തുവിൽ വളരുന്നതാണ് അവരുടെ ലക്ഷ്യം. അതിന് പറ്റുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകളെയാണ് അവർ നിയോഗമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതൊരു മാർഗമാകുകയേ ഉള്ളൂ. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്കൊരു മാർഗമാകുകയും ക്രിസ്തു നിങ്ങളുടെ ലക്ഷ്യമാകുകയും ചെയ്യുമ്പോഴേ ഉടമ്പടി പെട്ടെന്ന് ഫയറാകാൻ തുടങ്ങും. ശ്രുതികട ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും. സംഖ്യ 14:24 നമുക്ക് ഒന്നുകൂടി വായിക്കാം. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. സംഖ്യ 14:24. സംഖ്യ 14:24. എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല, എന്നാൽ എൻ്റെ ദാസനായ കാലേബിനെ അവൻ ഒറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. കാലേബിനെ കൊണ്ടുപോകുന്ന പറയണത്, അവൻ്റെ നിയോഗമല്ല കൊണ്ടുപോകണത്, ബൈ പേഴ്സൺ കൊണ്ടുപോവുകയാണ്. ഇതേ വ്യത്യാസം പറയണത്. ആ തറവായ രോഗിയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? കൊണ്ടുവന്ന ആൾക്കാർ മുകളിൽ തന്നെ നിൽപ്പുണ്ട് അവിടെ, ഇല്ലേ? നിയോഗമാണ് താഴെ ഇറങ്ങി വന്നത്. ആ കൊണ്ടുവന്ന ആൾക്കാർ മർക്കോസ് മത്തായിയുടെ 3:2 മുകളിൽ തന്നെ ഇരിപ്പുണ്ട്. അവന്മാർ മുഷ്കുള്ളവന്മാരും തണ്ട് രോഗികളൊക്കെയാണ്. വീട്ടുകാരനായിട്ട് തെറിയും പറഞ്ഞവിടെ നിൽക്കുക, മുകളിൽ അവിടെ നിൽക്കുള്ളൂ, ഒരു കുഴപ്പമില്ല. അവന് നിയോഗം നടക്കാനുണ്ട്, പക്ഷെ അവന് കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. ഇതാണ് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് സംഭവിച്ചതാണ്. നിങ്ങളുടെ നിയോഗം നടക്കുന്നതോടെ നിങ്ങൾക്ക് വരാൻ പറ്റില്ല. അതാ പറഞ്ഞ കലേബിനെ അവൻ ഒറ്റുനോക്കിയ സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോകും. കലേബിനെ കൊണ്ടുപോകുന്നവൻ അവൻ്റെ നിയോഗം കൊണ്ടുപോകുന്നല്ല പറയണത്. യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ്? നമ്മളും പോകണം, നമ്മുടെ നിയോഗം കർത്താവിൻ്റെ അടുത്ത് പോകണം. മനസ്സിലായില്ലേ? നമ്മുടെ നിയോഗം മാത്രം പോരാ. നിങ്ങളുടെ മകളെ കാനഡയിൽ വിട്ടാൽ മാത്രം പോരാ, നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലണം. അതാണ് വിഷയം പറയണത്. മകളെ കാനഡയിൽ വിട്ടാലും ഓസ്ട്രേലിയ വിട്ടാലും നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുന്നില്ലെങ്കിൽ അവസ്ഥ എന്താണ്? ഈ മുട്ടാളന്മാർക്ക് സംഭവിച്ചവരിക്കും. കണ്ടവൻ്റെ വില വിളിക്കാവുന്നല്ലാതെ വേറെ പരിപാടി നടക്കത്തില്ല.
അവർക്ക് കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റണില്ല. വിശ്വാസമുണ്ടവർക്ക്, പക്ഷേ വിശ്വാസമുള്ള എല്ലാവർക്കും അവരുടെ നിയോഗം നിറവേറും, പക്ഷേ കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. വിശ്വാസത്തിന് അങ്ങനെ ഒരു പരിമിതിയുണ്ട്. വിശ്വാസം കൊണ്ട് മാത്രമല്ല എല്ലാം. വിശ്വാസത്തിനടുത്ത കഷ്ടനഷ്ടങ്ങൾ സഹിക്കണം. ആനുകൂല്യങ്ങളില്ലാത്തപ്പോഴും ദൈവത്തെ ഏറ്റവും വലിയ ആനുകൂല്യമായി കണ്ടുകൊണ്ട് ഉടമ്പടി ലക്ഷ്യം ദൈവമാണെന്ന് കരുതണം. ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 12:26 എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. ഇതാണ് കർത്താവിൻ്റെ മൈൻഡ് സെറ്റ്. ആ വചനം ഒന്നിന് വായിച്ചേ. യോഹന്നാൻ 12:26. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എന്നെ ഏറ്റു പറഞ്ഞേ, എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. ഇതാണ് ഈശോയുടെ ഒരു മൈൻഡ് സെറ്റ്. എന്താണ്? എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ഈശോനെ അനുഗമിക്കേണ്ടത്. അല്ലെങ്കിൽ അതാണ് കാലേബിൻ്റെത്. കാലേബ് അന്ത്യം വരെയാണ് അവനെ നയിച്ച അരുവി വ്യത്യസ്തമാണെന്ന് പറയണത്. ചില ആൾക്കാർ നിയോഗം സാധിച്ചു കഴിയുമ്പോൾ അവർ സ്കൂട്ടാകും, വണ്ടി വിട്ട് പോകും. അതാണ് പ്രശ്നം. അവർ നിയോഗം സാധിച്ചു കഴിയുമ്പോൾ ഗുഡ് ബൈ പറയും. അവർ ഗുഡ് ബൈ പറയുമെന്ന് കർത്താവിന് അറിയാം. എന്നാൽ ഈ ഭൂമിയിലുള്ള കാര്യമല്ല, ചാകാതെ കിടക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവ് വെള്ളം കോരി ഒഴിക്കണതിനാണ്. ചാകാൻ പോകുന്നവർക്ക് നമ്മൾ വെള്ളം കൊടുക്കുമല്ല, അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കർത്താവിൻ്റെ ഉദ്ദേശം അതല്ല. ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. അതാണ് നിത്യത വരെ നീ കർത്താവിൻ്റെ കൂടെ ഉണ്ടാകണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതിനാണ് നിന്റെ നിയോഗം നിനക്ക് ചവിട്ടുപടിയായിട്ട് തരണത്. നിൻ്റെ നിയോഗങ്ങൾ നിത്യതയിലേക്കുള്ള നിൻ്റെ ചവിട്ടുപടി കർത്താവിലേക്ക് കയറി നിത്യത വരെ പോകുന്നു. അങ്ങനെ നിന്നെ അവൻ്റെ സ്നേഹിതനായിരിക്കുകയും നിത്യതയിൽ അവനായിരിക്കുന്നിടത്ത് നിൻ്റെ നിയോഗങ്ങളെ പ്രതി, അത് കഴിഞ്ഞുള്ള നിൻ്റെ വിശ്വാസത്തെയും ദൈവസ്നേഹത്തെയും സുവിശേഷ സാക്ഷ്യജീവിതത്തെയും പ്രതി നീയും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ, കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ദൈവം നോക്കും, നിത്യതയ്ക്ക് വല്ല കളങ്കവും വരുക ഇത് നിനക്ക് തന്നാൽ നിന്റെ നിത്യത അപകടപ്പെട്ടു പോകുമെന്ന് നോക്കിയാൽ, നിത്യമായിട്ട് ദൈവത്തിൻ്റെ കൂടെ നീ ഉണ്ടാവത്തില്ല, ഈ അനുഗ്രഹം നിനക്ക് തന്നാൽ എന്ന് ദൈവത്തിന് തോന്നിയാൽ അത് വിത്ത് ഹീൽഡാകാൻ സാധ്യതയുണ്ട്. ചില ആൾക്കാരുടെ റിസൾട്ട് വിത്ത് ഹീൽഡല്ലേ, അതുപോലെ വിത്ത് ഹീൽഡാവും. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ നീ അത് റെക്ടിഫൈ ചെയ്യേണ്ടത്, അത് റിപ്പയർ ചെയ്യേണ്ടത്, നിൻ്റെ ഈ നിയോഗങ്ങളുടെ തടസ്സങ്ങൾ നീ റിപ്പയർ ചെയ്യേണ്ടത് ഉടമ്പടിയുടെ വർക്ക്ഷോപ്പ് റിപ്പയറിംഗ് എന്ന് പറയണത് നിത്യതയുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. അല്ല നീ പോയി ഉടനെ ഞാൻ കുമ്പസാരിക്കാത്ത കൊണ്ടായിരിക്കും ചിലപ്പോൾ ദൈവം എനിക്ക് IELTS ഞാൻ പിന്നെയും ഹിയറിങ് തോറ്റതെന്നൊക്കെ പറയരുത്. നീ ഉടമ്പടിയുടെ വർക്ക്ഷോപ്പിലേക്ക് കയറുമ്പോൾ അത് റിപ്പയർ ചെയ്യേണ്ടത് നിത്യതയുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. എന്താണ് കാര്യം? നിത്യതയെക്കുറിച്ചുള്ള നിൻ്റെ കൺസെപ്റ്റ് എന്താണ്? നീ നിൻ്റെ നിയോഗത്തെക്കാൾ ഉപരി നിത്യത സ്നേഹിക്കുന്നുണ്ടോ? നിത്യമായ ദൈവത്തെ കൂടി ആയിരിക്കാനുള്ള 12:26 നീ ദൈവത്തെ പോലെ നീ അത് മാനിക്കുന്നുണ്ടോ? അതോ നിനക്ക് മിനിമം പരിപാടി മാത്രമേ ഉള്ളൂ? ഇത് കമ്പം കഴിയുമ്പോൾ കാറ്റുമതി നിൻ്റെ വഴിക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണോ? ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിൻ്റെ സ്വകാര്യമായ ലൗകികമായ ജഡികമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് മാത്രം ദൈവത്തെ നീ കരുവാക്കുകയാണോ? ഉടമ്പടി റിപ്പയർ ചെയ്യേണ്ടത്. നിൻ്റെ നിയോഗങ്ങൾ നടക്കുന്നില്ല, താമസിക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടി നീ റിപ്പയർ ചെയ്യേണ്ടി വരും. ആ റിപ്പയർ ചെയ്യേണ്ടത് നീ ഉടനെ പോലും ഞാൻ പത്രം കൊടുക്കാത്ത കൊണ്ടായിരിക്കും, എന്നാൽ പത്രം കൊടുത്തേക്കാം. ഇപ്പം അതിൻ്റെ പേരിൽ ഒരു പുരുവാരുണ്ടായിരുന്നു വേണ്ട. അങ്ങനെ ചില ആൾക്കാർ പത്രം കൊടുക്കും. പത്രമല്ല ഉണ്ടായി വീട്ടിൽ. ഞാൻ ചിലപ്പോൾ ഇപ്പോൾ എൻ്റെ കാര്യം ഇപ്പം നടക്കാത്ത, വീണ്ടും ഞാൻ തോറ്റേൻ്റെ കാര്യം ചിലപ്പോൾ പത്രം കൊടുക്കാത്ത കൊണ്ടായി, ഞാൻ പത്രം കൊടുത്തേക്കാം. അങ്ങനെ നീ ഒരു പ്രേക്ഷിത പ്രവർത്തനയുടെ മിനിമം പ്രോഗ്രാം എടുത്തുകൊണ്ട് ചെറിയ പരിപാടി ഇട്ടുകൊണ്ട് റിപ്പയർ ചെയ്ത് നീ ഉടനെ റിപ്പയർ ചെയ്യേണ്ടത്, കർത്താവെ നിത്യമായിട്ട് നിൻ്റെ കൂടെ ആയിരിക്കാനാണ് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. എൻ്റെ ഉടമ്പടി നിത്യമാണ്, കാലികമല്ല, അതൊരു പ്രാദേശികമായ വിഷയമല്ല.
അതുകൊണ്ട് തന്നെ ഞാൻ നിത്യതയെ, അപ്പോൾ എൻ്റെ പ്രശ്നം നിത്യതയെക്കുറിച്ച് നിനക്ക് കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഉടമ്പടി, ചില ആൾക്കാരുണ്ട് ഉടമ്പടിയുടെ തിരി അവരുടെ തീർന്നു പോകും. പിന്നെ അവരിവിടെ വരികയൊന്നുമില്ല. ആരെങ്കിലും വിട്ട് ഉടമ്പടി തിരി മേടിപ്പിക്കാൻ നോക്കും. സൂത്രക്കാരുണ്ടല്ല, ഉടമ്പടി സൂത്രക്കാർ, എന്തെല്ലാം തരം സൂത്രക്കാരാണ് ഉള്ളതെന്നറിയോ? അവിടെ ഉടമ്പടി തിരി തീർന്നു പോയി. അപ്പോൾ ആരെങ്കിലും പിടിച്ച് നിങ്ങൾ കൃപാസനത്തിൽ പോകണം, എന്നാൽ എൻ്റെ ഉടമ്പടി തിരിയും മേടിച്ചിട്ട് പോയാൽ കിട്ടുമോ? ഇവിടുന്ന് കിട്ടത്തില്ല. നിങ്ങളിവിടുന്ന് ഉടമ്പടി തൈലം ചോദിച്ചാൽ കിട്ടുമോ? ഇല്ല. ഞങ്ങൾക്കറിയാം ഇത് ഈ ഉടമ്പടി തൈലം തരണം 90 ദിവസത്തേക്കാണ്. അപ്പോൾ ഒരു തുള്ളി അരത്തുള്ളി ഉപയോഗിക്കാൻ പാടുള്ളൊരു ദിവസം. അപ്പോഴാ ഉടമ്പടി 3 അവിടെ ഞങ്ങൾ നോക്കും, ഇത് എന്നാണ് ഉടമ്പടി തൈലം എന്നാണ് ഇഷ്യൂ ചെയ്തതെന്ന് നോക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ ഏറ്റവും കൂടുതൽ ഇടിയുണ്ടാക്കുന്ന ആൾക്കാർ എന്തിനാണ്? ഉടമ്പടി തൈലത്തിനാണ്. കാര്യം അതല്ലേ വർക്കൗട്ട് ചെയ്യും. ഇപ്പം തന്നെ ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ അനിലിൻ്റെ ഒരു മകളുടെ പ്രശ്നം എന്താണ്? ആ ഒരു കുഞ്ഞിൻ്റെ പ്രശ്നം മറ്റേ കുഞ്ഞിൻ്റെ പ്രശ്നമല്ല, തലയുടെ 2 ചെവിയും സുഖപ്പെട്ടതല്ല, വേറൊരു കൊച്ചുണ്ട് അവന്, അത് എപ്പോഴും കിടന്നു പോണ കൊച്ചാണ്, അതിന് മരുന്നില്ല. അപ്പോൾ അവനെന്താ ചെയ്ത്? അവർ ഉടമ്പടി തൈലം കൊണ്ടുപോയി അവളുടെ അടിവയറ്റ്, ആ കുഞ്ഞിൻ്റെ അടിവയറ്റിലൊരു കുരിശിട്ട്, അപ്പം സ്റ്റോപ്പായി സംഭവം, അപ്പം സ്റ്റോപ്പായി. അപ്പോൾ ഇങ്ങനെ അനുഭവങ്ങൾ കണ്ടാണ് അവർ വളരണത്. പക്ഷേ അത് കാരണം ഉടമ്പടി തൈലത്തിന് ഇവിടെ ഇടിയാ. പക്ഷെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കെട്ടുകണക്കിന് കൊടുക്കാം, കാശ് മേടിക്കാനുള്ള ഉദ്ദേശമാണെങ്കിൽ കൊടുക്കാൻ പറ്റും. കിട്ടുമോ? കിട്ടത്തില്ല. ആ പേപ്പർ നോക്കിയിട്ട് നിങ്ങൾ ഉടമ്പടി റെഗുലർ ആണെന്ന് നോക്കും. ആദ്യം നിങ്ങൾ പേപ്പർ നോക്കുമ്പോൾ അറിയാമല്ലോ ഉടമ്പടിയിലാണോ ജീവിക്കണമെന്ന് അറിയാൻ പറ്റുമല്ലോ. അല്ലെ ഉടമ്പടി തൈലത്തിന് വേണ്ടി മാത്രം ആരെങ്കിലും പറഞ്ഞു വിട്ടിരിക്കണമെന്ന് അറിയാൻ പറ്റും. എന്നിട്ട് അവിടെ കള്ളത്തടമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ കൃപാസനത്തിൽ തന്നെ ചില ഊളകളുണ്ട്, ബുദ്ധിബോധമില്ലാത്ത, അതായത് കാര്യം ഇപ്പോഴും മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട്. അവരാരെങ്കിലും നിലവിളിച്ച് കഴിയുമ്പോൾ കൊടുക്കും, ഒരു തിരി കൊടുക്ക്, ഒരു തിടപ്പത്തിൽ കൊടുക്കുക. ഞാൻ എല്ലാത്തിനും ചവിട്ടിക്കറി അവിടെ ചെന്ന് വെച്ചു, എല്ലാത്തിനും. കാര്യം എനിക്കറിയാം അമ്മ എന്നെയല്ലേ ഏൽപ്പിച്ചിരിക്കണത്, ഈ വായി നോക്കളൊന്നും ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് പറയും, കാര്യം ഉടമ്പടിയുടെ കാര്യങ്ങൾ അറിയാതെ ചിലപ്പോൾ പുതിയ സ്റ്റാഫ് ഉണ്ടാവും, ബുദ്ധിബോധം അറിയാமல் എടുത്ത് കൊടുക്കുക, അങ്ങനെ കൊടുക്കത്തില്ല. അതിൻ്റെ നിയമമെന്ന് പറയണത് ആ ഉടമ്പടി എപ്പോഴാണ് തീരണത്, ഉടമ്പടി വൃത്തിയായിട്ട് ഉപയോഗിക്കുന്നവർക്കാണ് ഉടമ്പടി തൈലം ഉള്ളത്. അതിൻ്റെ ഒരു തുള്ളിയാണ് ഒരു ദിവസം ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്കറിയാം, നെക്കിയാൽ ഇങ്ങനെ ആൾക്കാർ കുടഞ്ഞാൽ പോലും അത് വീഴത്തില്ല, ഇതിനകത്ത് വീഴത്തില്ല. അത് അത്രയും വിലയുള്ള കുപ്പിയിൽ ചേരിക്കുന്നുണ്ട്, തുള്ളിയെ വീഴത്തിങ്ങനെ കുടഞ്ഞാൽ വീഴത്തുള്ളൂ. എന്നുവെച്ചാൽ അത് മൊത്തം ഇവിടെ ഒഴിച്ചിട്ടിട്ട് നിങ്ങൾ കാലിക്കുപ്പി അടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ആ കുടണം കണ്ടിട്ടില്ല, ആമ്പായിട്ട് കുടണം കണ്ട ആൾക്കാർ. ഇപ്പം ഞാൻ ചെല്ലും, എന്താ പരിപാടി എന്ന് ചോദിക്കും. അപ്പോൾ ഇത് കുടയുകയാണ്. ഞാൻ 2 തുള്ളിയായിട്ട് ഇടാൻ പറഞ്ഞിരിക്കുന്നത്, 2 തുള്ളി, ബാക്കി മുഴുവൻ നിങ്ങൾക്കുള്ളതാണ്. അതങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്. അവർ കൊണ്ടുപോയിട്ട് അവരൊന്ന് തോണ്ടിയാൽ മതി, അപ്പം ദൈവം അവർക്കറിയാം അതിൻ്റെ വില എന്താണെന്ന്. അതനുസരിച്ച് അവർ ജീവിക്കുകയാണ്. ദൈവത്തിനെ മുൻനിർത്തിയാണ്. ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്കിതൊന്നും പ്രശ്നമല്ല. ക്രിസ്തു ഇല്ലാതെ ഇങ്ങനെ കുടഞ്ഞിട്ട് കാര്യമില്ല, കൈയുടെ മണി പിടിയാവുന്നല്ല ഒരു കാര്യമില്ല. അപ്പം ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു പണി നടക്കത്തില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ സംഭവിക്കും, ക്രിസ്തുവിനെ മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി പ്രോഗ്രാം അല്ലതാനും, അത് നിത്യത വരെയാണ്. ഞാനുള്ളിടത്ത് എൻ്റെ സ്നേഹിതനും ഉണ്ടായിരിക്കും. അപ്പോൾ ഉടമ്പടി ചില ആൾക്കാരുണ്ട്, അവർ ഉടമ്പടിയുടെ തിരി തീർന്നു പോയാലും അവർ ഉടമ്പടി തന്നെ ജീവിക്കും. ഉപവാസം കറക്റ്റ് ചെയ്യും, രോഗികളെ പോയി കാണും, അതുപോലെ തന്നെ അവരുടെ വിശുദ്ധ ജീവിതം നയിക്കും, ബൈബിൾ വായിക്കും, പത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. അവിടെ തിരി തീർന്നു പോയെന്നേ ഉള്ളൂ. പക്ഷേ അവരുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഉടമ്പടി ജീവിതം തീരത്തില്ല. ചില ആൾക്കാരുടെ ഉടമ്പടി തിരി തീരുമ്പോൾ എല്ലാം തീർന്ന്. അങ്ങനെയാണ് തിരിക്രിസ്ത്യാനി എന്ന് പറഞ്ഞ സാധനം. അത് ഇതിനകത്തുണ്ട്, ഉടമ്പടി തിരിക്രിസ്ത്യാനിയുണ്ട്. തിരി തീരുമ്പോൾ അവരും തീരും. ചില ആൾക്കാർ തിരി തീർന്നാലും ഉടമ്പടി തുടർന്നുകൊണ്ടിരിക്കും. കാര്യം ദൈവവുമായിട്ടുള്ള ഉടമ്പടിയാണ്, അതൊരു ജീവിതമാണ്. അത് തിരികത്തിക്കൽ ഏർപ്പാട് മാത്രമല്ല എൻ്റെ അടുത്തുള്ളത്, അതൊരു ജീവിതമാണ്. അത് ദൈവത്തിന് അവർക്ക് മാത്രം അറിയാവുന്ന ഒരു സ്നേഹത്തിൻ്റെ പ്രതിബദ്ധതയാണത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി എന്ന ദൈവിക ജീവിതം, അമ്മയുടെ മാധ്യസ്ഥത്തിലെ കാലേബിനെ പോലെ പൂർണ്ണമായി അനുഗമിച്ചുകൊണ്ട് സത്യസന്ധമായി സുവിശേഷത്തിൽ സാക്ഷ്യമാകാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. എന്നും പറഞ്ഞ് ഒരു പൈലറ്റിയുടെ സാക്ഷ്യം പറഞ്ഞായിരുന്നു. ആ സാക്ഷ്യത്തിൽ ഒരു കണ്ടന്റ് ഉണ്ട്, അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ജിവൻ കോശി 2016 പൈലറ്റിങ്ങിന് വിമാനം ഓടിക്കാൻ വേണ്ടി പഠിക്കാൻ പോയതാണ് സൗത്ത് ആഫ്രിക്കയിൽ. അയാൾ 3 കൊല്ലം പഠിച്ചു. അപ്പം നല്ല പൈലറ്റായിട്ട് 2019 പൈലറ്റായി.
അപ്പോൾ ഈ ജീവൻ കോശിക്ക് പത്തനംതിട്ടക്കാരനാണ്. എത്ര വയസ്സുണ്ട്? 21 വയസ്സുണ്ട്. 21 വയസ്സിൽ മനുഷ്യൻ പൈലറ്റായി. പക്ഷെ വിമാനം പറപ്പിക്കാൻ പറ്റണില്ല. എന്താ കാര്യം? അതിന് ഇന്ത്യൻ ലൈസൻസ്. സൗത്ത് ആഫ്രിക്ക പഠിച്ചതല്ലേ. സൗത്ത് ആഫ്രിക്ക പഠിച്ചെങ്കിൽ 15 ദിവസത്തെ എന്തോ പറപ്പിക്കൽ ഇവിടെ പറപ്പിക്കണം ഇന്ത്യൻ വിമാനത്തിൽ. ഇന്ത്യയിൽ വേറെ പരീക്ഷ ഉണ്ട്. എയറോനോട്ടിക് എഞ്ചിനീയറിങ്ങിൻ്റെ വേറെ പരീക്ഷ ഇന്ത്യയിലുണ്ട്. നിങ്ങൾ ഏത് ലോകത്ത് എവിടെ പോയി ഫ്ലൈയിങ് പഠിച്ചാലും നമ്മുടെ രാജ്യത്തിന് ടെസ്റ്റുകളുണ്ട്. പക്ഷെ അത് എഴുതാൻ പറ്റണില്ല പുള്ളിക്ക്. പുള്ളി കോളറൊക്കെ കയറ്റി നല്ല മിടുക്കനായിട്ട് വന്നതാണ്. 21ാമത്തെ വയസ്സിൽ പൈലറ്റായിട്ട് വന്നതാണ്. പുള്ളിയെപ്പോലെ 21ാമത്തെ വയസ്സിൽ പൈലറ്റായ ആൾക്കാർ കുറവാണ്. വളരെ വിരലെണ്ണാനുള്ളത്. ഈ വിരലെണ്ണാനുള്ളതെന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? അഹങ്കാരം കൂടി പുള്ളിക്ക്. അത് കാരണം പറപ്പിക്കാൻ പറ്റണില്ല. ഇന്ത്യൻ പരീക്ഷയെല്ലാം തോറ്റു പോവുകയാണ്. അവൻ്റെ അമ്മ പറഞ്ഞ് മാതാവിൻ്റെ അടുത്ത് വാന്ന് പറഞ്ഞ്. അപ്പോൾ അവൻ പറഞ്ഞ് നിങ്ങളെ കൊണ്ടൊന്ന് ആക്കാൻ ഞാൻ കയറത്തില്ലെന്ന് പറഞ്ഞു. കാരണം ബുദ്ധിപരമായിട്ട് ആലോചിച്ചിട്ട് ഇതൊന്നും ശരിയല്ലെന്ന് തോന്നണമെന്നും. എന്തൊരു ബുദ്ധി! 21 വയസ്സാണ്. ഇത് ടാലി ആകണില്ല പുള്ളിക്ക്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ദൈവം അപ്പം ദാറ്റ് മീൻസ് ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് വരെ ഭയങ്കര ഡാമേജ് ആയിരിക്കുമേ. ഇപ്പം നമ്മളിങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം ഇങ്ങനെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ എണ്ണിയിട്ട് ദൈവം വല്ല കമ്പ്യൂട്ടറും വെച്ചിട്ടുണ്ടായി ഇതൊക്കെ നോക്കാൻ വേണ്ടി. ആരാണ് ഉടമ്പടി എടുത്തത്, ആരാണ് ഉടമ്പടി എടുക്കാത്തത്, ആരാണ് അതിന് കാര്യം എടുക്കാൻ വേണ്ടി. ഇങ്ങനെയൊക്കെ ഈ ബുദ്ധിക്കോമരങ്ങൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് കാടുകയറും. അഹങ്കാരം പെരുത്തിട്ടാണേ. ഉടമ്പടിക്ക് വേണ്ടത് എളിമയാണ് വേണ്ടത്. നിങ്ങളുടെ ബുദ്ധിയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മഹാനായ മനുഷ്യൻ കേരളത്തിലെ മതഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയുകയാണ്. അത് പറയണത് ഇതാണ്: 1500 കൊല്ലം മുമ്പൊക്കെ എഴുതിയ പുസ്തകങ്ങളല്ലേ അന്നത്തെ മനുഷ്യൻ്റെ ബുദ്ധിയല്ലേ എന്ന്. പുള്ളി ഏതോ മതത്തെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതാണ്. പക്ഷേ പുള്ളി മതത്തെക്കുറിച്ചാണ് പറയണത്. മതഗ്രന്ഥങ്ങളെല്ലാം ബുദ്ധിയില്ലാത്തവർ എഴുതിയാണെന്നാണ് പുള്ളി പറയണത്. അപ്പോൾ യവൻ്റെ ബുദ്ധി എന്നുണ്ടായതാണ്? നിങ്ങൾക്കെപ്പോഴും മനസ്സിലാക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ബൈബിൾ വായിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 75 തൊട്ടാണ് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയത്. 75, 25, 2000. ഇപ്പോൾ എത്ര? 2023. 43 കൊല്ലമായി. 43 കൊല്ലമായിട്ട് ഞാൻ ഈ പൗലോസ് അപ്പോസ്തലൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഇരുന്ന് നിലവിളിക്കും. എന്താ കാര്യം? ഈ 2000 കൊല്ലം കഴിഞ്ഞാലും ഏത് ബുദ്ധിരാക്ഷസം വന്നാലും ഇത് പറയാൻ പാടാണെന്ന്. അത്രയ്ക്ക് അഭിഷേകമാണ്. അവിടെ ചോക്കാണെന്ന് എഴുതുന്നത്. നമ്മൾ വെറും പൗലോസ് അപ്പോസ്തലൻ വെറും ചോക്കാണ്. ആരാണ് എഴുതണത്? പരിശുദ്ധാത്മാവാണ് എഴുതണത്. നിത്യരക്ഷയെക്കുറിച്ചുള്ള ദൈവികമായ രഹസ്യങ്ങളാണ്. ലോകസ്ഥാപനം മുതലുണ്ടായിട്ടുള്ള രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ജ്ഞാനങ്ങൾ. ലോകത്തിൻ്റെ ബുദ്ധിമാന്മാരെ അവിടെ കുടിലതന്ത്രങ്ങൾ തന്നെ അവൻ കുടുക്കുമെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട്. ബുദ്ധി അല്ല ഉപയോഗിക്കണം. ബുദ്ധി വരും ഒരു പട്ടിയുടെ ബുദ്ധിയെ മനുഷ്യൻ ശരിക്കും പറഞ്ഞ ചില സമയത്തേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. യവൻ എന്താ ദൈവത്തെ അളക്കാൻ പോണത്? അപ്പം നമുക്ക് പെട്ടെന്ന് തോന്നും നമ്മൾ ആരോ ആണെന്ന്. ഇപ്പോൾ കോളേജിലൊക്കെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ ചില പ്രൊഫസർമാർ വന്നിട്ട് കെമിസ്ട്രിയൊക്കെ പഠിപ്പിക്കുമ്പോൾ അവരോട് പറയും, ഞാൻ ആർട്സ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ കെമിസ്ട്രി സ്റ്റുഡൻറ്റിലൊക്കെ ഒരു അധ്യാപനുണ്ട്, എപ്പോഴും ദൈവത്തിനെതിരെ സംസാരിക്കത്തുള്ളൂ. അപ്പോൾ അയാൾ എന്താ കേമനാണ്. പിള്ളേരുടെ മുമ്പിൽ അയാൾ കേമനായിട്ട് പറയണം. ആ പെലിച്ചാഴിക്ക് വല്ലതറിയാവോ? ദൈവത്തെ കണ്ടു ഒരു സ്വർഗസ്ഥനായ പിതാവ് മനസ്സമാധാനം ചെല്ലാൻ കഴിയാത്തവൻ പിന്നെ എന്തിനാണ് ദൈവത്തെക്കുറിച്ച് പറയണത്? ഒരു നന്മ തെളിഞ്ഞ മറിയം ദൈവസ്നേഹത്തോട് ചെല്ലാൻ കഴിയാത്തവനെ, അതിനുള്ള ബുദ്ധിയും ബോധവും ഇല്ലാത്തവന്മാർ എന്തിനാണ് ദൈവം ഇല്ല ഉണ്ടാന്ന് പറയണത്? നീ കാണുകയോ കേൾക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അനുഭവജ്ഞാനമില്ലാത്ത വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഒരു ബോധമില്ലാത്ത ആൾക്കാരോട് സംസാരിക്കണത്? അതെല്ലാം ഇഡിയറ്റുകളാണ്. എന്താ കാര്യം? അവർ വലിയ കേമന്മാരാണെന്ന് മറ്റുള്ളവർ ധരിപ്പിച്ചിട്ട് ആളാകാൻ നോക്കുകയാണ്. ഇങ്ങനെയുള്ള ആളാകന്മാർ എന്തുമാത്രം ആൾക്കാരുടെ വിശ്വാസത്തെ നശിപ്പിച്ചിട്ടുണ്ടെന്നറിയാവോ? ഇതിനാണ് സാത്താൻ അവിടെ കൂടെ കൊണ്ടുവന്ന് വിതച്ചെന്ന് പറയണത്. പ്രഭോ നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകളെങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയണത്? അത് ശത്രു ചെയ്ത പണിയാണെന്ന്. ശത്രു ചെയ്തപ്പോൾ നിരീശ്വരന്മാരിലൂടെയും പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്ന വിഷയം അറിയാൻ പാടില്ലാത്തവന്മാരും പ്രാർത്ഥിക്കാത്തവന്മാരിൽ നിന്നും ദൈവത്തെക്കുറിച്ച് കേൾക്കാൻ നമുക്ക് ബാധ്യതയില്ല. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
4 5:4 ഗലാത്യർ 5:4 ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. ഗലാത്യ 5:4 നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു, കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുന്നു. കൃപാവരത്തിൽ നിന്ന് വീണു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഉടമ്പടിയിൽ ഒരു കൃപാവരമാണ് ഇതിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇത് നിങ്ങളിങ്ങനെ നിയമം അനുസരിച്ച് ഇവിടുത്തെ ഉടമ്പടി നിബന്ധനകളും നിയമങ്ങളും കൃത്യമായിട്ട് കർക്കശമായിട്ട് പാലിക്കുന്നതിലാണ് ഉടമ്പടി ഇരിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ കൃപാവരത്തിൽ നിന്ന് വീണു പോകും. മറിച്ച് ക്രിസ്തുവിനുള്ള നിങ്ങളുടെ വ്യക്തിപരമായ സ്നേഹത്തിൽ നിന്നാണ്. നിയമങ്ങളില്ലെങ്കിലും ക്രിസ്തുവുമായി നിങ്ങൾക്കുള്ള നിരന്തരമായ വ്യക്തിപരമായ സ്നേഹത്തിലാണ് ഉടമ്പടിയുടെ ലക്ഷ്യവും ഉടമ്പടി നിലനിൽക്കുന്നത്. ചില ആൾക്കാർ നിബന്ധനകളെയൊക്കെ പാലിക്കുന്ന പേടിച്ചാണ്. ചില അക്രൈസ്തവരൊക്കെ ചെന്ന് ഓഫീസിൽ ചോദിക്കും, അയ്യോ ഞങ്ങളെ ഇന്നലെ തിരികെട്ടുപോയി, ഒരു ദിവസം പ്രാർത്ഥിച്ചില്ല, വല്ല കുഴപ്പമുണ്ടാവുക. അതിൻ്റെ അർത്ഥം എന്താണ്? നിബന്ധനകൾ നിങ്ങൾ പേടിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ മറുപടിയാണ് ഇപ്പോൾ ഈശോ പറഞ്ഞിരിക്കണത്. ഒന്ന് വായിച്ചേ, ശ്രുതികട ഹല്ലേലൂയ. നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ, നിയമത്തിലാണ്, നിബന്ധനകളിലാണ്, നിബന്ധനകൾ നിയമപൂർവ്വം പാലിക്കുന്നതിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നു എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഡ്രാസ്റ്റിക്. അതായത് ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെടും. അപ്പം നിങ്ങൾ നിയമത്തിൻ്റെ നൂലാമാലകൾ കടിച്ചു തൂങ്ങിയിട്ട് അത് പാലിക്കുന്നതിലാണ് നിങ്ങൾ ലക്ഷ്യം വെക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിസ്തുവിനോടുള്ള ബന്ധം നിങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. വായിച്ചോളൂ. കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുന്നു. കൃപാവരത്തിൽ നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ മക്കളെ, അപ്പോൾ എന്താ വിഷയം? ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലാണ് നിങ്ങളിതെല്ലാം ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഇൻ കേസ് തീർന്നു പോയാലും ഉപ്പ് തീർന്നു പോയാലും എന്താണ് ഉപ്പ് തീരാത്തത്? എന്താണ്? കർത്താവിനോടുള്ള സ്നേഹവും. ആ സ്നേഹമുള്ളവൻ സ്നേഹത്തിൽ ജീവിക്കും, സ്നേഹത്തിൻ്റെ സുവിശേഷത്തിന് സാക്ഷിയാകും. ഉടമ്പടി തന്നെയാണ് നിലനിൽക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. വിശ്വാസത്താൽ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം. ഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടും എന്നെ 10 പ്രാവശ്യം പരീക്ഷിക്കുകയും എൻ്റെ സ്വരം അവഗണിക്കുകയും ചെയ്ത ഈ ജനത്തിൽ ആരും അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശം കാണുകയില്ല. ഇതെന്താ പ്രശ്നം വെച്ചാൽ, നമ്മൾ ദൈവത്തിൻ്റെ അടയാളങ്ങൾ കണ്ടത് മറ്റുള്ളവരുടെ സാക്ഷ്യത്തിൽ കണ്ടതാണ്, നമ്മുടെ സാക്ഷ്യത്തിന് അടയാളം കണ്ടതാണ്, ഇല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ അടയാളം കണ്ടവരെന്താ ചെയ്യേണ്ടത്? എന്താ പറഞ്ഞിരിക്കണത്? വായിച്ച്, എൻ്റെ മഹത്വവും പറഞ്ഞ്, എൻ്റെ മഹത്വവും അടയാളങ്ങളും കണ്ടിട്ടും എന്നെ പരീക്ഷിക്കുകയും എൻ്റെ സ്വരം അവഗണിക്കുകയും ചെയ്ത ആരും ഞാൻ വാഗ്ദാനം ചെയ്ത ദേശം കാണുകയില്ല. അപ്പൊ ഇടയ്ക്ക് വെച്ച് നമുക്ക് എന്തെങ്കിലും തരത്തില് ദൈവത്തിൻ്റെ മഹത്വം കണ്ടവര്, അടയാളം കണ്ടവര്, അടയാളം കേട്ടവര്, പക്ഷേ വചനം പാലിക്കുന്നില്ലവരെ. അവരിങ്ങനെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വചനം അവർ പാലിക്കണില്ല, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നില്ല, അതിനുള്ള എളിമ അവർക്കില്ല. അമ്മ എങ്ങനെയാണ് ഗർഭിണിയായത്? ഈശോയെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് എളിമപ്പെട്ടിട്ടാണ് വചനം കേട്ടത്. വചനം കേൾക്കണമെങ്കിൽ ആദ്യം വേണ്ടത് എളിമയാണ്. അപ്പോൾ തന്നെ പൈലറ്റ് പറയണത്, എനിക്ക് അഹങ്കാരമായിരുന്നു, 21 വയസ്സിൽ തന്നെ ഞാൻ പൈലറ്റായല്ലോ, എല്ലാവരേക്കാൾ കേമനാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടാതെ എനിക്ക് ഇന്ത്യൻ പരീക്ഷ എഴുതിയാൽ ഞാൻ ജയിക്കത്തില്ലെന്ന്. അപ്പം ഞാൻ തന്നെ വന്ന് ഉടമ്പടി എടുത്തു. അതാ പ്രശ്നം. അമ്മയെ കൊണ്ടല്ല, ഞാൻ തന്നെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ തന്നെ അതെല്ലാം പാലിച്ചു. ഞാൻ തന്നെ പത്രങ്ങളെല്ലാം കൊണ്ടുപോയി കൊടുത്തു. എനിക്ക് മനസ്സിലായി അഹങ്കാരമാണ് ദൈവം പ്രവർത്തിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന്. അപ്പം ഞാൻ എളിമപ്പെട്ടു. അപ്പോൾ ഞാൻ ഇന്ത്യയുടെ പരീക്ഷ എഴുതി 15 മണിക്കൂർ ഞാൻ പറപ്പിച്ചു, ഞാൻ ജയിച്ചു വന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? എളിമ വേണം. അത് ഞാൻ വലിയ കേമനാണ്, ഞാൻ തറവാടിയാണ്, ഞാൻ ബുദ്ധിയുള്ളവനാണ്, വിദ്യാഭ്യാസമുള്ളവനാണ്, ഞാനിങ്ങനെ ഭയങ്കര സർവീസുള്ള ആൾക്കാരാണ്, ഞാനൊക്കെ ഇങ്ങനെ വന്ന് ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ചില ആൾക്കാരൊക്കെ ഭാര്യയെ കൊണ്ട് ഉടമ്പിടിപ്പിക്കും. എന്നിട്ട് പുള്ളിക്കാരൻ വണ്ടിയൊക്കെ തന്നെ ഇരിക്കും. ആ ഇരിപ്പ് തലവാതി രോഗിയപ്പോൾ അവിടെ ഇരിക്കുകയുള്ളൂ, ഇയാൾ രക്ഷപ്പെടത്തില്ല. എന്താ കാര്യം? ദൈവത്തിനറിയാം നീ ശുംഭനാണെന്ന്, നീ അഹങ്കാരിയാണ്.
നിനക്കാണ്ട് 4 ലക്ഷം രൂപ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് താൻ മസിൽ പിടിപ്പിച്ച് കാണിക്കുകയാണ്. വല്ല കാര്യമുണ്ടോ വന്ന് പണി മേടിക്കാൻ? മര്യാദയ്ക്ക് എളിമപ്പെടണം. എളിമപ്പെട്ട് പറയണം, കർത്താവേ, ഞാനൊരു ശ്വാസം പോകുമ്പോൾ തീരാനേ ഉള്ളൂ. എന്നെ നീ ഇവിടെ കൊണ്ടുവന്നിരിക്കണം എനിക്ക് ജോലി, എൻ്റെ മക്കൾക്ക് ജോലി തരാനൊന്നുമല്ല. നീ എന്നെ തന്നെ നിന്നെ അറിയിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഞാനത് മനസ്സിലാക്കുന്നു. ഞാൻ എളിമപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരെക്കുറിച്ച് എന്ത് ധരിച്ചാലും നിന്നെക്കുറിച്ച് ഞാനെന്ത് ധരിക്കുന്നു അതാണ് എൻ്റെ ധാരണയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രദ്ധിക്കട്ടെ. നിങ്ങൾ ഉടമ്പടി ഒന്നും ചെയ്യണ്ട. ഞാൻ നിങ്ങൾക്ക് ഒരു നിയോഗം മാത്രമേ തരത്തുള്ളൂ. നിങ്ങൾ ദൈവത്തിന്, കർത്താവേ, നിന്നെ ഒന്ന് സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ഉടമ്പടി ഏറ്റവും വലിയ വാതിലാണിത്. വെച്ചാൽ നിന്നെ ദൈവത്തിന് ഒന്ന് കറകളഞ്ഞ് വേറെ ഉദ്ദേശമൊന്നുമില്ലാതെ ദൈവം തന്നെ ഏറ്റവും വലിയ ഉദ്ദേശമായിക്കൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ, സ്നേഹിച്ച് ജീവിക്കാൻ, ഓരോ വിഷയവും ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ അതെങ്ങനെ വർദ്ധിപ്പിക്കുമെന്ന് നോക്കിക്കൊണ്ട് ആ വിഷയത്തെ സമീപിക്കാൻ പ്രത്യേക അഭിഷേകം, കലേബിൻ്റെ അഭിഷേകത്താൽ എന്നെ അഭിഷേകം ചെയ്യുന്നത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ സ്നേഹമാണ്, നിങ്ങളോടുള്ള അഡ്വാൻസ്ഡ് ലവ് ആണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ എന്താ തിരിച്ചറിയേണ്ടതെന്ന് അറിയണോ? നിങ്ങൾക്ക് വിഷയമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രാരാബ്ധമുണ്ട്, രോഗമുണ്ടെന്നല്ല. നിങ്ങൾ തിരിച്ചറിയണം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്നാണ്. കാര്യം ഇന്നുവരെ കണ്ടിരിക്കുന്ന കൃപാസനം മാതാവിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹം ജനങ്ങളിലേക്ക് കൈമാറുന്നതെന്ന് ഉള്ള ധാരണ എനിക്കുള്ളത്. തെറ്റിദ്ധാരണയൊന്നുമല്ല. എൻ്റെ ധാരണയ്ക്ക് ആവശ്യമായ ഉപോത്ബലമായ അനുദിന സാക്ഷ്യങ്ങൾ കേട്ടാൽ മതി. ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി. ജോസിനി, ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ ജോസിൻ്റെ സാക്ഷ്യം എന്താ? ജോസിൻ്റെ അമ്മ പറഞ്ഞ്, എടി നിന്നെക്കുറിച്ച് കൃപാസനം മാതാവിന് ഭയങ്കര സങ്കടം കേട്ടാന്ന് പറയും. പോതള്ളേന്ന് പറയും. വല്ല കാര്യമുണ്ട്? അവൾക്കുണ്ട കൃപാസനം മാതാവ്, കോഴിക്കോട് ചക്രാന്തി എന്ന് പറഞ്ഞ പോലെ അവൾക്ക് വല്ലതും അറിയാമോ? അപ്പം സ്വപ്നത്തേക്ക് ഈ അമ്മയോട് പറഞ്ഞ് എനിക്ക് അവളെക്കുറിച്ച് സങ്കടമുണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ അവിടെ അമ്മ പൊട്ടി. അങ്ങനെ എടി നിന്നെക്കുറിച്ച് കൃപാസനം മാതാവിന് ഭയങ്കര സങ്കടമാണെന്ന്. ഇങ്ങനെ പോകുന്നുള്ളൂ, എന്നും വല്ല കാര്യമുണ്ട്? പക്ഷേ എന്താന്ന്, നീ പോയൊരു ഉടമ്പടി എടുക്കടി എന്ന് പറഞ്ഞ്. ആരോട് പറഞ്ഞ്? നിന്നെക്കുറിച്ച് കൃപാസനം മാതാവിന് ഭയങ്കര സങ്കടമാണ്, നീ പോയൊരു ഉടമ്പടി. ഉള്ള നല്ല പണിയായി. ഞാൻ ഈ കൊച്ചിനെ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്ത് ചെയ്യാനാണ് പറയണത്? അവൾ ചൂടായി. ഞാൻ ഈ 3 ശരി അവളെ ചെയ്യാണ്. 3 കുഞ്ഞുങ്ങൾ അവളെ ഉള്ളു. അവളെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. അവൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ചെറുട്ടെന്ന് അഴിയും പോലുള്ള 3 കുഞ്ഞുങ്ങളുണ്ട്. അതിനെ വളർത്തിക്കൊണ്ട് പോകുന്നത് ആകുമ്പോൾ അവർ അറിയാം. ഒരെണ്ണം എഴുന്നേറ്റ് വരുമ്പോൾ മറ്റേ ഉറങ്ങുമ്പോൾ മറ്റേ ചോറ് ചോദിക്കുമ്പോൾ ഇതിന് ഉറങ്ങണം. കളിയല്ലേ? ഈ 3 കൊണ്ട് വളർത്തിയെടുക്കുമ്പോൾ നിനക്ക് പ്രാന്ത് പിടിക്കും നമ്മൾ. അപ്പോൾ അങ്ങനെ ജീവിക്കണ ജീവിതമാണ്. അപ്പോൾ പക്ഷേ അവരോട് പറഞ്ഞിട്ട് ഉടമ്പെടുക്കാൻ പറയുക. അപ്പോൾ ഈ അമ്മ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ അവസ്ഥ, മാറി താമസിക്കുന്നവരാണേ. അപ്പോൾ ഞാൻ ഈ 3 കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങനെ ഉടമ്പെടുക്കാനാണ്? അപ്പോൾ ദൈവത്തിനുള്ള പ്രശ്നം അറിയോ? ദൈവം ഈ ഉടമ്പെടുക്കാനൊക്കെ പറയുമ്പോൾ നമുക്ക് കൈ ഒഴിയത്തില്ല, കാല് ഒഴിയത്തില്ല, തല ഒഴിയാത്ത സമയത്ത് ഉടമ്പെടുക്കാൻ പറയത്തുള്ളൂ. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നിങ്ങൾ സമാധാനകാലത്ത് ഉടമ്പെടുക്കാൻ പറയും, ഒരിക്കലും പറയത്തില്ല. നിങ്ങളെക്കൊണ്ട് ഒഴിവ് കഴിവ് പറയിപ്പിക്കാനാണ് ദൈവം കാത്തിരിക്കണത്. ഒഴിവ് കഴിവ് പറയിപ്പിച്ചിട്ട് ഇവനെ ഒഴിവാക്കണം. കാരണം മനസ്സിലായി? ഈ അടുപ്പം നിങ്ങൾ മനസ്സിലാക്കണം. ഒഴിവ് നിങ്ങളെക്കൊണ്ട് ഈ 3 കുഞ്ഞുങ്ങളുണ്ട്, 4 കുഞ്ഞുങ്ങളുണ്ട്, ഭർത്താവുണ്ട്, ആന കൂനെന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവ് കഴിവ് നിങ്ങളെക്കൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ബിസി ആയിരിക്കുമ്പോഴും, നിങ്ങൾ ഏറ്റവും കൂടുതൽ തിരക്കായിരിക്കുമ്പോഴും ആണ് ദൈവം ഉടമ്പടി എടുക്കാൻ പറഞ്ഞതും നിങ്ങളെക്കൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് ആലപ്പുഴ ചെല്ലാമൊക്കെ പറയണത്. എന്താ കാര്യം എന്നറിയാമോ? നിങ്ങളെ ഒഴിവ് കഴിവ് കേട്ടിട്ട് ദൈവത്തിൻ്റെ ഫസ്റ്റ് റെഫറൻസിൽ നിങ്ങളെ വെട്ടിക്കളയണം. അതാണ് ഉദ്ദേശിക്കണം ഒഴിവ് കഴിവ്. ബൈബിളിൽ ഇപ്പോഴും തുടങ്ങിയല്ല, പണ്ട് പോലെ അസുഖം ദൈവത്തിൽ ഉള്ളതാണ്. കള്ളന്മാരെ ഒന്നും കൂടെ നിർത്തത്തില്ല, ഈ വയറ്റിപ്പഴുപ്പുകാരെ ഒന്നും നിർത്തത്തില്ല. ഇപ്പം നമ്മൾ വായിച്ച ഒരു സൂചനയാണല്ലോ, ശ്രുതിയുടെ മക്കളെ ലൂക്ക 14:18. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴിവ് കഴിവ് പറയാൻ തുടങ്ങി. മനസ്സിലായില്ലേ? ഒഴിവ് കഴിവ് പറയുന്ന ആൾക്കാരാണ് വിളിക്കണത്. എന്തിനാണ്? അവൻ്റെ വായും തന്നെ ആ ഒഴിവ് കേട്ടിട്ട് പട്ടികന്ന് വെട്ടിക്കളയാൻ വേണ്ടിയാണ്. നമുക്ക് ദൈവത്തിൻ്റെ നടക്കുന്ന ബുദ്ധി വേണം ആദ്യം. ആ 14:18 എന്താ പറഞ്ഞു? ഒന്ന് വായിച്ച്. അതിന് മുമ്പുള്ള വചനം എന്താ? അതിന് മുമ്പുള്ള വചനം എന്താ? സദ്യക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ച് പടിയായി. സദ്യക്ക് സമയമായ, ദൈവം അനുഗ്രഹിക്കാൻ സമയമായെന്നാണ് പറയണത്. ദൈവം അനുഗ്രഹിക്കാൻ സമയമാവണേ എപ്പോഴാണ്? അപ്പോൾ ദാസനെ അയച്ച്
ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു. വരുവിൻ, എല്ലാം തയ്യാറായിരിക്കും. വന്ന് ഉടമ്പടി എടുത്തോളാൻ പറഞ്ഞിരിക്കുകയാണ്. നിന്നെ അനുഗ്രഹിക്കാൻ സമയമായി, വന്ന് ഉടമ്പടി എടുക്കാൻ പറയുകയാണ്. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ മുണ്ണകളാണ്. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴികഴിവ് പറയാൻ തുടങ്ങി. ഒരു കാര്യം പറയണേ. എന്താ ഒഴികഴിവ്? ഒന്നാമൻ പറഞ്ഞു, ഞാനൊരു വയൽ വാങ്ങി എന്ന് അത് പോയി കാണേണ്ടിയിരിക്കുന്നു. ദൈവത്തെക്കാൾ വലിയ വയല് പോരെ. ഞാനൊരു വയൽ വാങ്ങി അത് പോയി കാണണമെന്ന്. അപ്പം അതായത് നിങ്ങളുടെ റെഫറൻസ് ദൈവം നോക്കും. ദൈവത്തിനാണ് വില, വയലിനാണ് വില. ദൈവത്തിനാണ് വില, ലോകത്തിനാണ് വില. ഇത് ദൈവം നോക്കും. ഇതൊരു വൈബായിട്ട് വേണം എടുത്തോ. ഒരു പരീക്ഷണമാണിത്. അതായത് നീ ഏറ്റവും കൂടുതൽ ബിസി ആയിരിക്കുന്ന സമയത്താണ് ദൈവം സമയമായെന്ന് പറഞ്ഞ് നിന്നെ വിളിക്കണത്. നീ വെറുതെ നീ ഇച്ചിരി അടിച്ചിരിക്കുന്ന സമയത്ത് വിളിക്കത്തില്ല നിന്നെ. അതാണ് വിഷയം. അത് നമ്മൾ മനസ്സിലാക്കാനുള്ള ജ്ഞാനവും ബോധമൊക്കെ ഉണ്ടാകണം. ഇപ്പം അടുത്ത ആൾ ഉടായി പറയുന്നുണ്ട്. മറ്റൊരുവൻ പറഞ്ഞു, ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി. ഓലക്ക പിണ്ണാക്ക്. അവനെന്താ ചെയ്തത്? അവൻ 5 ജോഡി കാളകളെ വാങ്ങിയെന്ന്. അവയെ പരീക്ഷിച്ചു നോക്കുവാൻ ദൈവത്തെക്കാൾ വലിയ കാള പോരെ. ഇത് തന്നെയല്ലേ മനുഷ്യൻ്റെ അവസ്ഥ. ദൈവത്തെക്കാൾ വലിയ കാള. 5 ജോഡി കാള വാങ്ങി അതിൻ്റെ അകത്ത് കലപ്പ വെച്ച് നോക്കണമെന്ന്. എടാ പന്നി, നിൻ്റെ കലപ്പ വെച്ച് നോക്കാൻ നിൻ്റെ കൈക്ക് വാദം വന്നാൽ നീ എന്ത് വെച്ച് നോക്കാൻ പറ്റത്തില്ല. ബുദ്ധിയില്ല മനുഷ്യനെ. മനുഷ്യൻ്റെ കഴിവിൽ തന്നെ ആശ്രയിക്കുന്നവനാണ് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കലപ്പ വെച്ച് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. ഇതല്ലേ പരിപാടി. എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എൻ്റെ കഴിവ് കൊണ്ട് തന്നെ ഞാൻ ചെയ്യാൻ പറ്റും. അഹങ്കാരിയാണ് അവൻ. അടുത്ത വചനം വായിച്ചേ. മൂന്നാമതൊരുവൻ പറഞ്ഞു, അടുത്ത അവതാരം വരുന്നുണ്ട്. മൂന്നാമതൊരുവൻ വന്ന് പറഞ്ഞു, എൻ്റെ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ. പണിയായി പെണ്ണുമ്പിള വന്നെന്ന്. എന്നാൽ പിന്നെ ഇനി ആരും വന്നിട്ട് കാര്യമില്ല. പിന്നെ ആരും വന്നിട്ടൊരു കാര്യമില്ല. പെണ്ണുമ്പിള്ള വന്നെന്ന്. എന്താണ് അതിന് ഞാൻ പോള്? മൂന്നാറിൽ പോയി മുറിയെടുത്ത് താമസിക്കാൻ പോയേ. ഇതാണ് അവൻ്റെ അത്. ഈ ഉടായ്പൊക്കെ പറഞ്ഞ ആരോടാണ്? ഇങ്ങോട്ട് ഉണ്ടാക്കി വിട്ടവനോടാണ് ഇത് പറയണത്. ദൈവത്തോടാണ് പറയണത്. ഓരോ പരിപാടികളുണ്ടെന്ന് നിങ്ങളത്. എന്നിട്ട് ഈശോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈശോനെ പേടിയുമാണ്. ചില സമയത്ത് ഈശോയുടെ കോമഡി കേട്ട് ചിരിയും വരും എനിക്ക്. എന്താ കാര്യത്തില്ലേ? ഇതെല്ലാം നോക്കിയേ, ഇതെല്ലാം അടിപ്പനാണ്. ഇതെല്ലാം പണി തരികയാണ്. ഈശോ മനസ്സിൽ ചിരിക്കുന്നതാണ് ഇത് പറയുമ്പോൾ. എന്നുവെച്ചാൽ ഓരോ മനുഷ്യൻ അവൻ ഏറ്റവും കൂടുതൽ തിക്കലും അവന് തിരക്കുള്ള സമയത്തായിരിക്കും ദൈവം അവനെ വിളിക്കണത്. വെറുതെ ഈസി ആയിട്ട് കഴിയുമ്പോൾ വിളിക്കത്തില്ല. ഇപ്പോൾ അലീഷാനെ എന്താ ചെയ്യിക്കണത്? ജോസിനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ആ സമയത്താണ് അമ്മയോട് പറഞ്ഞ്, കൃപാസനം മാതാവിന് ഭയങ്കര സങ്കടമാണ്, സ്വപ്നത്തിൽ ഞാൻ കണ്ടായിരുന്നു, നിന്നെക്കുറിച്ച് സങ്കടമാണ്, നീ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോകുന്നില്ല, നിങ്ങൾക്ക് തള്ള വേറെ പണിയുണ്ടാ, എനിക്ക് 3 കുഞ്ഞുങ്ങളോട് കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഈ മാതാവിനെ അറിയാൻ പറ്റില്ല, പോട്ടെ നിങ്ങൾക്കറിയാമല്ല. അതാണ് അവളുടെ നിലപാട്. അപ്പം പിന്നീട് മാതാവ് ഇവളോട് പറയും, അതാണ് എനിക്ക് എൻ്റെ ഉൾക്കാഴ്ചയിൽ അമ്മ തെളിഞ്ഞു വന്നതാണ് പിന്നെ അവൾ പറയണത്. പിറ്റേ ദിവസം ഞാൻ പോകുന്നില്ലെന്ന് കണ്ടപ്പോൾ അമ്മ സ്വപ്നത്തിൽ എൻ്റെ അടുത്ത് വന്നതും പറഞ്ഞ്, ഹസ്ബൻഡിന് എന്താ കുഴപ്പമുണ്ട്, നീ വന്ന് ഉറമ്പെടുക്കാൻ പറഞ്ഞ്. ആ പറഞ്ഞ് അമ്മയോട് പറഞ്ഞ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവക്ക് തോന്നി, ഞാൻ ചിലപ്പോൾ തോന്നിയായിരിക്കും എനിക്ക്, കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. ഈ കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനെ അറിയാൻ പറ്റില്ല, മാതാവിനെ എങ്ങനെ അറിയാൻ പറ്റുമെന്നാണ് ഇവൾ ചോദിക്കുന്നത്. ഇതാണ് ഇവളുടെ ചോദ്യം. എന്തൊരു പൊട്ടിയാണ്. പക്ഷെ അതിനുശേഷം ഇവൾ പിന്നെയും മാതാവ് 2ാമത്തെ പ്രാവശ്യം പറഞ്ഞ്, നീ വന്ന് ഉടമ്പടിയിട്, ഹസ്ബൻഡ് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഇവൾ ഹസ്ബൻഡിനെ വിളിച്ച്, എടോ തനിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അല്ല അങ്ങനെയല്ല, ഉടമ്പടി എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നോടത് പറയാനിരിക്കുകയായിരുന്നു, നമുക്ക് നാളെ പോകാം. അയാൾക്ക് കുഴപ്പങ്ങളുണ്ട്. ഇവളോട് എന്ത് പറയാനാണെന്ന് വിചാരിച്ചിട്ട് പറയാം. 2-3 കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുകയല്ലേ, രാത്രിയും പകലും അവനും ഉറക്കമില്ല ഈ പെണ്ണിനെ. അപ്പോൾ അതിനെക്കുറിച്ച് ഈ വീട്ടിലെ കുഴപ്പം കൂടി എങ്ങനെ അവളോട് പറയണം, അതിൽ നല്ല ഹസ്ബൻഡാ, അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ പറയാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ 2 പേരും ഒന്ന് ഉടമ്പെടുത്തപ്പോൾ അവനോട് പറയും, നമുക്ക് ഒരു പ്രാവശ്യം ഉടമ്പെടുത്താൽ മതിയേ, 90 ദിവസം, അച്ഛനൊന്നും കാണേണ്ട ആവശ്യമില്ല. ഇവർ 2 കൂടി ഇവിടുന്ന് സംസാരിച്ച് ധാരണ എത്തി. അപ്പം മാതാവ് രാത്രി പറഞ്ഞ്, അച്ഛനെ പോയി കാണടി എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ എന്നോട് ചില ആൾക്കാർ പറയും, നിങ്ങളിത് സെൽഫ് മാർക്കറ്റിംഗ് നടത്തുകയാണെന്ന്. സെൽഫ് മാർക്കറ്റിംഗ് നടന്ന കക്ഷി ഇവിടെ ഇരിപ്പുണ്ട്, ഞാനല്ല. ഇവർ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ കാര്യമല്ലേ പറയണത്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഗൾഫിൽ നിന്ന് വന്ന് നിൽക്കുകയാണ്, ഗൾഫിൽ കോവിഡായിട്ട് പോന്നിട്ട് പിന്നെ ജോലിയില്ല. ഇയാളൊരു കമ്പനി, ഒരു ഹോട്ടൽ, റെസ്റ്റോറൻറ്റിൽ കാശ് മുടക്കി, ആ കാശ് മൊത്തം പോയി.
പിന്നെ ട്രിവാൻഡ്രത്ത് പോയി വേറെ റെസ്റ്റോറൻറ്റ് എടുത്ത് 4 പേരുമായിട്ട് ആ കാശ് മൊത്തം പോയി. ഇപ്പം കടക്കാർ വളഞ്ഞ് തെണ്ടിത്തിരിഞ്ഞ് കിഡ്നി വരെ പണയം വെക്കാൻ നിൽക്കുകയാണ്. ഈ മനുഷ്യൻ കടിച്ചിറക്കി ജീവിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാനോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അമ്മ നിന്റെ കാര്യം സെറ്റാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിട്ടാരാ. ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവന് ജോലി കിട്ടി വേറെ പോയി. അവന് ഒരു ജോലി കിട്ടി അവൻ വേറെ പോയി. അവനിപ്പം നല്ല ശമ്പളമായി, അവൻ്റെ കടങ്ങളൊക്കെ പരിഹരിച്ച്, അവൻ്റെ സങ്കടങ്ങളെല്ലാം പരിഹരിച്ച് അവർ സാക്ഷ്യം പറഞ്ഞു. നോക്കിയേ, ഒരു വിഷയം കണ്ട, ഒരമ്മയോട് സ്വപ്നത്തിൽ മാതാവ് വന്ന് പറഞ്ഞു നിൻ്റെ ഹസ്ബൻഡിന് എന്തോ നിൻ്റെ മകളോട് ഇന്ന് പറയണം ഉടമ്പടി എടുക്കാൻ. ഇതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഈ കാലത്ത് ദൈവത്തിൻ്റെ സ്നേഹം മുഴുവനും കൃപാസനം മാതാവിലൂടെയാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോർത്ത് ചുമ്മാ അച്ഛൻ കൃപാസനം മാതാവിനെ ചുമ്മാ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയല്ല. ഇത് മനുഷ്യൻ്റെ അനുഭവമാണ്. ഇപ്പോഴത്തെ ഞാൻ അച്ഛനായിട്ട് 38 വർഷമായി നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ എന്തുമാത്രം ധ്യാനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നു, എന്തുമാത്രം പ്രാർത്ഥന രൂപങ്ങൾ ആൾക്കാരെ കണ്ടിരിക്കുന്നു. ഇന്ന് വരെ ഈ ഉടമ്പടിയിലുള്ള പോലെയുള്ള ദൈവാനുഭവങ്ങൾ എൻ്റെ ജന്മത്തിൽ ഞാൻ വായിച്ചിട്ടോ കേട്ടിട്ടോ പോലുമില്ല. ദൈവം ഒരു മനുഷ്യൻ്റെ അവൻ്റെ സങ്കടങ്ങളെ രഹസ്യമായി മനസ്സിലാക്കിയിട്ട് അവൻ്റെ ഭാര്യയെ കൊണ്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടി അവളുടെ അമ്മയോട് വന്ന് പറഞ്ഞിട്ട് പിന്നീട് അവളോട് പറഞ്ഞിട്ട് എന്താ നിങ്ങളാണോ വർക്ക് ചെയ്യണം, ഞാനാണോ? നമ്മൾ ആരും വർക്ക് ചെയ്തില്ലെങ്കിലും മാതാവ് ഇറങ്ങി വർക്ക് ചെയ്യും. അതാണ് സഞ്ചാരി മാതാവ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. മക്കളെ സന്തോഷത്തോടെ ഇരിക്കുക. ഈ ലോകത്ത് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തണലിലാണ് നിങ്ങൾ നിർത്തപ്പെട്ടിരിക്കുന്നത്, വിളിക്കപ്പെട്ടിരിക്കുന്നത്, ആകർഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുക. സ്നേഹത്തോടെ ദൈവത്തിന് കൂടെ ആയിരിക്കാൻ തീരുമാനിക്കുക. നിബന്ധനകളെക്കാൾ നിയോഗങ്ങളെക്കാൾ വലുതാണ് ദൈവം. എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തെ സമർപ്പിതരാകുക. ദൈവം നിങ്ങളെ പ്രസാദിക്കട്ടെ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങളെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട്, അല്ലെങ്കിൽ യേശുവെ അതറിയാൻ പാടില്ലാത്തൊരു യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കൈ ഇങ്ങനെ തൊട്ട് പോകണം. വേദന എല്ലായിടത്തും വേദന ചുമ്മാ യാന്ത്രികമായിട്ട് ചെയ്യരുത്. വിശ്വാസത്തിൽ ചെയ്യുക. കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. നിങ്ങൾ കൈ ഉയർത്തുക. കർത്താവെ, കൈ ഉയർത്തപ്പെട്ട കൈകളിലേക്ക് നിന്റെ തിരുമുറിവാർന്ന വലതുകരം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ തിരുരക്തത്താൽ മക്കളുടെ കൈകളെ സ്നാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം കൈകളെല്ലാം എവിടെയെല്ലാം വെക്കുന്നു അവിടെയെല്ലാം ദൈവികമായ ശക്തി, രക്തസ്രാവ രോഗിയിലേക്ക് ഇറങ്ങിപ്പോയ ദൈവികമായ ശക്തി അവരിലേക്ക് ഇറങ്ങി വസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ വിശുദ്ധ കുരിശിനെ കർത്താവെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ നാമത്തെ കർത്താവെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവ്, ഈ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഓരോ ഇടങ്ങൾ വെക്കട്ടെ, ഓരോ ഇടങ്ങൾ വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, ഓരോ ഇടങ്ങൾ വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവിൻ്റെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥിക്കുന്ന, കുറിച്ചപ്പെട്ട നാമത്തെ പ്രാർത്ഥിക്കുന്ന, തിരുവിലാലും മുറിവേറ്റവന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന, മുൾക്കിടം ചൂടിയവന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങനെ മുതുകിലാണല്ലോ കർത്താവ് ശത്രുക്കളെ കർത്താവ് ഉഴുതി മറിച്ചത്. മുതുകിൽ ഉഴുതി മറിച്ചവന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന, യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന, ഉദ്ധാരിച്ചതിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന, മാരക രോഗങ്ങള്, തീരാവേദികള്, ഉച്ച മുതല് ഉള്ളം കലുവരെ ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. നിങ്ങൾ വിശ്വാസത്തോടെ സ്തുതിച്ചാൽ മതി. ബാക്കി ഈശോ നിർവഹിക്കും. പരിനിർത്ത് ഉള്ളുകൾ പോയ കർത്താവിൻ്റെ അനുഗ്രഹം നിന്റെ ശരീരത്തിലേക്ക് വീഴാൻ പോകുന്ന സമയമാണ്. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നീ കുളിപ്പിക്കപ്പെടാൻ പോകുന്ന സമയമാണ്. കർത്താവ് മരുന്നു ലേപനം അല്ല, അങ്ങനെ വചനമാണ്. അങ്ങനെ മക്കളെ സുഖപ്പെടുന്നു. വചനത്തിൻ്റെ കർത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നീ സ്പർശിക്കണം. അടിപ്പിടർ പോലെ, വൈദാഖാലം പോലെ ദൈവികമായ ശക്തി ഉച്ചമുതൽ ഉള്ളംകാലം വരെ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ, തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവർ, കർത്താവ് പിൻകടത്തിലെ രോഗങ്ങൾ, സ്പോണ്ടിലോസിസ് രോഗങ്ങൾ, കർത്താവ് അതുപോലെ തന്നെ തൈറോയിഡ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, കർത്താവ് വെള്ളപ്പാണ്ട് രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, കരട് രോഗങ്ങൾ, ഹൃദയ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, വാത രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, പീസോഡ് രോഗങ്ങൾ, രക്തസ്രാവ രോഗങ്ങൾ, അരസിസ് രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ചില കുടുംബങ്ങളിലൊക്കെ വളരെ ജോലിയില്ല, ജോലിക്ക് പോകാൻ ആളില്ല, അവരെ തിരക്കാൻ ആളില്ല,
അവർക്ക് ചോദിക്കാൻ അഭിമാനമുള്ളതുകൊണ്ട് ചോദിക്കുന്നില്ല, സങ്കടപ്പെട്ട് ജീവിക്കുന്നു എന്നൊക്കെയാണ് ഈശോ പറഞ്ഞത്. അവരെല്ലാവരും ഈ സമയത്ത് നമ്മൾ ഓർക്കുകയാണ് അൾത്താരയിൽ. പഴയ കാലം ഒരിക്കലും തിരിച്ചു വരില്ലേ എന്ന് പ്രാർത്ഥിക്കണം മക്കളെ. നിങ്ങൾ ഒത്തിരി പേര് നല്ലവരോ ജീവിക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ അതുപോലെയാണ് കേരളം മുഴുവൻ ജീവിക്കണം നിങ്ങൾ കരുതരുത്. പലതരത്തിൽ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. ഉടമ്പടി എടുത്തവരെ എല്ലാവരുടെയും സങ്കടങ്ങൾ നിങ്ങൾ അറിയിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. അവർക്കെല്ലാം കർത്താവിൻ്റെ പണിയാളായിക്കൊണ്ട് പ്രേക്ഷിതയായിക്കൊണ്ട് അവരെല്ലാം സഹായിക്കാനുള്ള സമ്പത്തും ആരോഗ്യവും അനുഗ്രഹവും നിങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കണം. കർത്താവ്, നീ എന്നെ ബലപ്പെടുത്തണമേ, സാമ്പത്തികമായി ബലപ്പെടുത്തണമേ, ആരോഗ്യമായി ബലപ്പെടുത്തണമേ. നിൻ്റെ നാമത്തിൽ ഞാൻ നിൻ്റെ മക്കളെ സഹായിക്കാൻ വേണ്ടി എന്നെ സ്വർഗത്തിൻ്റെ ഉപകരണമാക്കണമേ. ശ്രുതിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. ബലപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി, പ്രേക്ഷിത ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ വേണ്ടി, അവരെ കൂടെ അവരുടെ കാര്യം കൂടെ അന്വേഷിക്കാൻ വേണ്ടി, പ്രേക്ഷിത ഗുണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ ശക്തി, സ്വർഗത്തിൻ്റെ ശക്തി, ഉയർപ്പിൻ്റെ ശക്തി, ഉദ്ധാനത്തിൻ്റെ ശക്തി, കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ഒഴുകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ കഴുകപ്പെടട്ടെ, നിങ്ങൾ ശക്തിപ്പെടട്ടെ, നിങ്ങൾ ബലപ്പെടുത്തട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, PCOD രോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ, PCOD രോഗങ്ങൾ, എല്ലാ തരത്തിലുള്ള രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മക്കളെ ജോലിയില്ലാത്തവര്, വിദേശ നാടുകളിൽ കുടുങ്ങിപ്പോയവർ, ജയിലിലായി പോയവര്, കേസ് അകപ്പെട്ടു പോയവർ, വിസ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നവർ, കാശ് ഏജൻസി കൊടുത്ത് കിട്ടാതിരിക്കുന്നവർ, പോകാൻ പറ്റാതെ വന്നിരിക്കുന്നവർ, കടം കയറി മുടിയുന്നവർ, വീടില്ലാത്തൊരു, സ്ഥലമില്ലാത്തൊരു, വഴിയില്ലാത്തൊരു, വെളിച്ചം പോലും കിട്ടാത്തവർ, വിവാഹത്തിൽ പിരിയാൻ പോകുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, കോടതി കേസ് കിടക്കുന്നവർ, ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തിലേക്ക് പോകാതെ ഇരിക്കാൻ വിവാഹമില്ലാതെ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, വിദേശ രാജ്യങ്ങളിൽ തന്നെ വളരെ സംഘർഷങ്ങളോടുകൂടെ സാമ്പത്തിക തകർച്ചയോടുകൂടി ജോലിയില്ലാതെയൊക്കെ ജീവിക്കുന്നവരെ, വിഷമിച്ച് ജീവിക്കുന്നവരെ, നാട്ടിൽ അവരുടെ വീട്ടുകാർ അതിനേക്കാൾ വരെ വേദനയിലേക്ക് താഴിയുന്നവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ, തൊഴിൽ മേഖലയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ, തൊഴിൽ അറ്റുപോയവർ പ്രാർത്ഥിക്കട്ടെ, തൊഴിൽ മരവിച്ചു പോയവർ പ്രാർത്ഥിക്കട്ടെ, തൊഴിലില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ.
ആശീർവാദം വാങ്ങിക്കാം. മുട്ടനിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്കൊരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാലബിനെ പോലെ പൂർണ്ണമായി നിന്നെ അനുഗമിക്കുവാൻ, തിരിച്ചു പോകാത്ത സ്നേഹത്താൽ, പ്രവർത്തനനിരതമായ വിശ്വാസത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും ഈ ആരാധനയിലൂടെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ